അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 84-ാമത്തെ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ആ ബിർ മഊന സംഭവമായിരുന്നു വിവരിച്ചു കൊണ്ടിരുന്നത്. അതിൽ പ്രത്യേകമായിട്ട് ഞാൻ ഓർത്തു വെക്കാൻ പറഞ്ഞൊരു കാര്യം, ആ ഒരു ദുരന്തം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു സ്വഹാബി അംർ ഇബ്നു ഉമയ്യ അൽ-ളംരി റളിയല്ലാഹു അൻഹു അബദ്ധത്തിൽ രണ്ടാളുകളെ വധിച്ചു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വിവരം അറിഞ്ഞ സമയത്ത് ലഖദ് ഖതൽത റജുലൈനി ലഅദിയന്നഹുമാ, റസൂലുള്ള പറഞ്ഞ ആ രണ്ടാളുകളുടെയും കുടുംബത്തിന് ആ നഷ്ടപരിഹാരം ദിയ നൽകാൻ റസൂലുള്ള തീരുമാനിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചിരുന്ന ആ ഒരു തുക എന്നുള്ളത് വലിയൊരു സംഖ്യയാണ്. ഒരാൾക്ക് 100 ഒട്ടകം എന്നുള്ള നിലക്ക് അത്രയും വലിയൊരു സംഖ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ അവരുണ്ടാക്കിയ മദീനൻ കരാർ, സീറയുടെ 50-ാമത്തെ എപ്പിസോഡ് ഓർക്കുന്നുണ്ടാവും. ആ സ്വഹീഫ, ആ ഒരു കരാർ പ്രകാരം ഇതേ രൂപത്തിൽ ഒരു പൊതു പ്രശ്നം വന്നാൽ, ഒരു ആവശ്യം വന്നാൽ അതിലേക്ക് മദീനൻ നിവാസികൾ മുഴുവൻ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതായിരുന്നു ആ ഒരു കരാറ്. അപ്പം അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ഫിഖ്ഹിൽ ഇതേ രൂപത്തിൽ അബദ്ധത്തിൽ ഒരാൾ, അതായത് ആക്സിഡൻ്റൽ മർഡർ, അതിനാണ് ഈ രൂപത്തിൽ സ്വരൂപിക്കേണ്ടത്. തീർച്ചയായിട്ടും അതിൻ്റെ പെർസെൻറ്റേജിൽ വ്യത്യാസം ഉണ്ടാകും. അയാളുടെ ഗോത്രം കൂടുതൽ നൽകേണ്ടതുണ്ട്. ബാക്കിയുള്ള ആളുകൾ അവർ നിശ്ചയിക്കുന്ന ആ രൂപത്തിലുള്ള പെർസെൻറ്റേജ്, ചെറിയൊരു സംഖ്യയാണ് നൽകേണ്ടത്. പക്ഷെ അതേസമയം അത് അബദ്ധത്തിലല്ലാതെ ഒരാൾ കരുതിക്കൂട്ടിയാണ് വധിക്കുന്നതെങ്കിൽ അതിൻ്റെ പൂർണ്ണ തുകയും അയാൾ ഒറ്റക്കാണ് നൽകേണ്ടത്. ആ രൂപത്തിലാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി ഒരു വലിയ തുക സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മദീനയിലുള്ള ആ ജൂതഗോത്രങ്ങളെയും റസൂലുള്ളാഹി സമീപിക്കുകയാണ്. കാരണം അവരും ആ കരാറിൽ ഒപ്പുവെച്ചതാണ്. മാത്രമല്ല അവർ വലിയ ധനികരായിരുന്നു. അപ്പോൾ ചെറിയൊരു പെർസെൻറ്റേജ് അവരും നൽകേണ്ടതുണ്ട് കരാറ് പ്രകാരം. അപ്പോൾ അത് മുഴുവൻ ആളുകൾ ഒരുമിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കാര്യം എളുപ്പമാകും. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിബാറു സ്വഹാബ, സീനിയർ സ്വഹാബികളായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ എണ്ണപ്പെട്ട ചില സ്വഹാബികളോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബനൂ നദീർ ഗോത്രക്കാരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പോസ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ സീറ ഒരല്പം റിവൈൻഡ് ചെയ്യാണ്. കാരണം ചില കാര്യങ്ങൾ ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കേണ്ടതുണ്ട്. ആ മദീനൻ സീറയിൽ കഴിഞ്ഞു പോയ ഭാഗങ്ങളിൽ ആ ജൂതന്മാരുടെ ആഗമനത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ മദീനയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 ജൂതഗോത്രങ്ങൾ, ആ ഓർഡറിൽ തന്നെ ഓർത്തു വെക്കുക. നമ്പർ 1 ബനൂ ഖൈനുഖ, രണ്ടാമത്തത് ബനൂ നദീർ, മൂന്നാമത്തത് ബനൂ ഖുറൈള. അതിൽ ആ ഒന്നാമത്തെ നമ്പർ 1 ആ ബനൂ ഖൈനുഖക്കാരെ ബദറിന് ശേഷം അവർ നിരന്തരം ആ കരാറ് ലംഘിച്ചതിൻ്റെ ഫലമായിട്ട്, നീചമായിട്ടുള്ള അവരുടെ പല പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ട് റസൂലുള്ളാഹി ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച് അവരെ മദീനയിൽ നിന്ന് പുറത്താക്കുകയാണ്. സീറയുടെ 66-ാമത്തെ എപ്പിസോഡിൽ വിശദമായിട്ട് ആ കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം അതുവഴി അവിടെ നിലനിന്നിരുന്ന ആ 2 ജൂതഗോത്രങ്ങൾക്കും വലിയൊരു മെസ്സേജ് റസൂലുള്ളാഹി കൈമാറാണ്. അതായത് നിങ്ങൾ ആ കരാറ് പാലിച്ച് കൊണ്ടാണെങ്കിൽ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. അതല്ലാതെ ആ മദീനക്കകത്ത് നിന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ പുറത്തുള്ള ശത്രുക്കളായിട്ട് രഹസ്യമായിട്ട് നിങ്ങൾ സഹകരിക്കാനാണ് പദ്ധതിയെങ്കിൽ ഇതേ രൂപത്തിലുള്ള നടപടി നിങ്ങൾക്കെതിരെയും സ്വീകരിക്കും എന്നുള്ളൊരു മെസ്സേജ് റസൂലുള്ളാഹി അതുവഴി കൈമാറാണ്. പക്ഷേ വീണ്ടും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും അവർ നിരന്തരം ആ കരാറ് ലംഘിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രധാനമായിട്ട് ആ നമ്പർ 2 ആ ബനൂ നദീർ, നമ്മൾ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗോത്രക്കാർ വീണ്ടും അവർ ഇതേ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഓർക്കുന്നുണ്ടാകും, ബദറിന് ശേഷം ഒരു തിരിച്ചടി എന്നോണം അബൂ സുഫിയാൻ ഒരു ചെറിയൊരു സംഘമായിട്ട് രാത്രി രഹസ്യമായിട്ട് മദീനയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ആ രാത്രിയുടെ മറവിൽ വന്ന അബൂ സുഫിയാനും സംഘത്തിനും മുഴുവൻ സഹായവും രഹസ്യമായിട്ട് നൽകിയത് ഈ ബനൂ നദീർ ഗോത്രക്കാരായിരുന്നു. ഗസ്വത്തു സവീഖ് യുദ്ധത്തെ സംബന്ധിച്ച് ആ ഒരു ഭാഗത്ത് നമ്മൾ പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കൊണ്ടൊന്ന് മാത്രം മുസ്ലിങ്ങൾ അവിടെ രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള അവരുടെ പല പ്രവൃത്തിയും റസൂലുള്ളാഹി കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് അതിനെ അവഗണിക്കുകയാണ്. വീണ്ടും അതേ ഗോത്രത്തിൽപ്പെട്ട അവരുടെ ഒരു പ്രധാനപ്പെട്ട ലീഡർ, അയാൾ എല്ലാ പരിധിയും ലംഘിച്ച് ശത്രുക്കളായിട്ട് സഹകരിക്കാൻ തുടങ്ങിയ സമയത്ത് അയാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പം അനുയായികളെ വിട്ട് അയാളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. കഅബ് ബിൻ അഷ്റഫുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവം, അതും സീറയുടെ 67-ാമത്തെ എപ്പിസോഡിൽ വിശദമായിട്ട് നമ്മൾ നേരത്തെ പ്രതിപാദിച്ചു. അതുവഴി അയാൾക്കെതിരെ മാത്രം നടപടി സ്വീകരിക്കുക വഴി വീണ്ടും ആ ഗോത്രത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2ാമത്തെ വാണിങ്ങും നൽകുകയാണ്. അപ്പോൾ അവർ ആ ബനൂ നദീറുകാർ അതോടുകൂടെ അവരല്പം ഒന്ന് ഒതുങ്ങുകയാണ്. വീണ്ടും അവർ തലപൊക്കാനുള്ള ശ്രമം നടത്തുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് പോലും
ശത്രുക്കളുമായിട്ട് അവർ രഹസ്യമായിട്ട് ശത്രുക്കളെ പല രൂപത്തിലും സഹായിച്ചിരുന്നു എന്നുള്ളതാണ് ആധികാരികമായിട്ടുള്ള വളരെ നേരത്തെയുള്ള ചില സീറ സ്രോതസ്സുകൾ വിവരിക്കുന്നത്. മൂസ ബിൻ ഉഖ്ബ റഹിമുല്ല, അദ്ദേഹം താബികളിൽപ്പെട്ട, അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ വർഷം 141. അപ്പം അദ്ദേഹത്തിൻ്റെ കിതാബുൽ മഗാസി വളരെ നേരത്തെയുള്ള സീറ സ്രോതസ്സുകളിലൊന്നാണ്. അദ്ദേഹത്തിൻ്റെ വിവരണപ്രകാരം ഉഹദിൽ നിർണായകമായിട്ടുള്ള പല രഹസ്യങ്ങളും, പ്രധാനമായിട്ടും ആ മദീനയുടെ ജിയോഗ്രഫി, ഭൂമിശാസ്ത്രം അവിടെയുള്ള മദീന നിവാസികൾക്കാണ് കൃത്യമായിട്ട് അറിയുക. അപ്പോൾ ഖുറൈശികൾ അവിടെ എത്തിയ സമയത്ത് ആ യുദ്ധക്കളത്തെ സംബന്ധിച്ചും അതിൽ ക്യാമ്പ് ചെയ്യേണ്ട സ്ഥലത്തെ ഈ രൂപത്തിലുള്ള പല നിർദ്ദേശങ്ങളും ബനൂ നദീറുകാരാണ് അവർക്ക് കൈമാറിയതെന്നെല്ലാം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ പലതും ആ സമയത്തും ശത്രുക്കളായിട്ട് ബനൂ നദീറുകാർ സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് ആ സഹായം അന്വേഷിച്ചു പോകുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ തുടർന്നുള്ള വിവരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയാൻ വിട്ടൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബനൂ നദീർ ഗോത്രത്തിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചതിൻ്റെ പിന്നിലുള്ള 2 കാരണങ്ങൾ സീറ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഒന്നിപ്പോൾ നമ്മൾ പോസ് ചെയ്ത് വെച്ച് നമ്മൾ പറയാൻ പോകുന്ന കാര്യമാണ്. അതാണ് ഏറ്റവും ആധികാരികമായിട്ട് സീറത്ത് ഇബ്നു ഇസ്ഹാഖിലും തഫ്സീറുകളിലെല്ലാം അതാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതല്ലാതെ മറ്റൊരു കാരണവും ചില ഹദീസ് ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങൾ ഇമാം അബൂദാവൂദും അതേപോലെ തന്നെ മുസന്നഫ്, ഞാൻ ഒന്നാമത്തെ ഭാഗത്ത് ഹദീസ് ഗ്രന്ഥങ്ങളുടെ കാറ്റഗറിയിൽ മുസന്നഫ് അബ്ദുർ റസാഖിലും കടന്നു വരുന്ന ഒരു ഉദ്ധരണി പ്രകാരം ആ ബദർ യുദ്ധത്തിന് ശേഷം ഖുറൈശികൾ നിരന്തരം ഈ ജൂതന്മാർക്ക് അവർ കത്തെഴുതാൻ തുടങ്ങി. അതായത് നിങ്ങൾ മുഹമ്മദായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏറ്റുമുട്ടണം, അതല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ പല നീക്കങ്ങൾ നടത്തുമെന്നെല്ലാം ഭീഷണിപ്പെടുത്തി ഖുറൈശികൾ നിരന്തരം ജൂതന്മാർക്ക്, ബനൂ നദീറുകാർക്ക് എഴുത്തെഴുതി. അങ്ങനെ അവസാനം ഈ ബനൂ നദീറുകാർ ഒരു തന്ത്രം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. അവർ റസൂലുള്ളാഹിക്ക് ഒരു മെസ്സേജ് നൽകി. ആ മെസ്സേജിൽ ഒരു കുറിപ്പിൽ അവർ നൽകിയത്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ 30ഓളം റാബായിമാർ, അതായത് വലിയ ജൂത പണ്ഡിതന്മാരായിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക ദിവസം, ആ സമയമെല്ലാം അവർ പറഞ്ഞു, ആ ദിവസം ഞങ്ങൾ വരും, നിങ്ങളും നിങ്ങളുടെ 30 അനുയായികളായിട്ട് നിങ്ങളും വരിക. നമ്മൾ പരസ്പരം 2 കൂട്ടർക്കും ആ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ പറയാനുള്ളതെല്ലാം പരസ്പരം കേൾക്കാം. ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് നിങ്ങൾ പറയുന്നത് കൺവിൻസ് ആവുകയാണെങ്കിൽ അവർ മുഴുവൻ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധരാണ്. അവർ സ്വീകരിച്ചാൽ ഞങ്ങളുടെ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിക്കുന്ന അവരൊരു വാഗ്ദാനെല്ലാം ആ കുറിപ്പിൽ റസൂലുള്ളാഹിക്ക് നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം സന്തോഷമായി. കാരണം അത്രയും ആളുകൾക്ക് അവർ ഇസ്ലാം കേൾക്കാൻ സന്നദ്ധമായിരിക്കുകയാണ്. ആ പറഞ്ഞ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 30ഓളം അനുയായികളായിട്ട് റസൂലുള്ളാഹി പുറപ്പെടാനിരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അതൊരു വലിയ ചതിയായിരുന്നു. കാരണം ബനൂ നദീറുകാർ അവർ വലിയൊരു സംഘമായിട്ട് വന്ന് അവർ കടാരയെല്ലാം ഒളിപ്പിച്ച് റസൂലുള്ളാഹിനെ രഹസ്യമായിട്ട് വധിക്കാനുള്ളൊരു പദ്ധതി ഒരുക്കുകയായിരുന്നു. അവരുടെ ആ ഗൂഢ പദ്ധതി അവർക്കിടയിൽ തന്നെ ബനൂ നദീറിലുള്ള ഒരു സ്ത്രീ അവരുടെ ബന്ധുവായിട്ടുള്ള ഒരു അൻസാറിൽപ്പെട്ട ഒരാൾക്ക് ആ രഹസ്യം കൈമാറി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലുള്ളാഹി അത് അറിയാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ഒരു തന്ത്രം പൊളിക്കുകയാണ്. അപ്പം അതറിഞ്ഞതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോകാതെ അനുയായികളായിട്ട് തിരിച്ചു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ഒരു സൈന്യമായിട്ട് പോയിട്ട് ബനൂ നദീറിനെതിരെ ആ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഒരു ഉദ്ധരണിയിൽ കാണാൻ സാധിക്കുന്നത്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഒരു കാരണം. അതല്ലാതെ രണ്ടാമത്തെ കാരണം, അതാണ് നമ്മുടെ മെയിനായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിയ കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ബനൂ നദീറിലേക്ക് ഒരല്പം സ്വഹാബികളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ നദീറിലേക്ക് പോവാണ്. ഇപ്പോൾ ബനൂ നദീറുകാർ വസിക്കുന്നത് അക്കാലത്ത് മദീനൻ സിറ്റിക്ക് പുറത്താണ്. അതായത് ആ ഖുബാ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ബനൂ നദീറുകാർ, അവിടെയാണ് അവരുടെ ലൊക്കേഷൻ. ഇപ്പോൾ ചുറ്റും ഈത്തപ്പന മരങ്ങളാൽ വലയം ചെയ്യപ്പെട്ട് അതിൻ്റെ നടുവിലാണ് അവരുടെ ആ കോട്ടയുള്ളത്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അക്കാലത്തുള്ള അറബികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയായിരുന്നു അക്കാലഘട്ടത്തെ ജൂതന്മാർക്ക് ഉണ്ടായിരുന്നത്. അവർ കോട്ടകൾ പണിത് ആ കോട്ടകൾക്കകത്തായിരുന്നു ജൂതന്മാർ വസിച്ചിരുന്നത്. ഖൈബർ ഭാഗത്താണ് പ്രധാനമായിട്ട് അവരുടെ കോട്ടകൾ. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ സീറയിൽ കാണും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പം എണ്ണപ്പെട്ട അനുയായികളോടൊപ്പം റസൂലുള്ളാഹി നടന്ന് ആ കോട്ടക്ക്, അവരുടെ ബനൂ നദീറിൻ്റെ കോട്ടക്ക് മുമ്പിലെത്തുകയാണ്. റസൂലുള്ളാഹിനെ കണ്ട ഉടനെ ആ ബനൂ നദീറിലെ നേതാക്കൾ അവർ പുറത്തേക്ക് വന്നു, സ്വാഗതം ചെയ്യാണ് റസൂലുള്ളാഹിനെ. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അങ്ങോട്ട് സമീപിക്കുന്നത്. റസൂലുള്ളാഹി വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞു, ഞാനിങ്ങനെ ദിയ കളക്ട് ചെയ്യാനാണ്, ആ രൂപത്തിൽ സഹായിക്കണം എന്നെല്ലാം റസൂലുള്ളാഹി അവരോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അബുൽ ഖാസിം, തീർച്ചയായിട്ടും നുഈനുക അലാ മാ അഹ്ബബ്ത, തീർച്ചയായിട്ടും ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ അതിൽ സന്തോഷമുള്ളതെന്നെല്ലാം അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹിനോട് അവിടെ ഇരിക്കാൻ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കോട്ടയ്ക്ക് പുറത്ത് അവിടെ മതിലിനോട് ചേർന്ന ഒരു ചായ്പിൽ അവിടെ ഒരു തണലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ കൂടെ സ്വഹാബികളും അവിടെ ഇരുന്നു. അപ്പോൾ അവർ ഉള്ളിലേക്ക് പോവാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ പണം സ്വരൂപിക്കാനും അതേപോലെ തന്നെ റസൂലുള്ളാഹി ആദ്യമായിട്ട് വരില്ല. അപ്പോൾ റസൂലുള്ളാഹിനെ സൽക്കരിക്കാനും എന്തെങ്കിലുമൊക്കെ ഒരുക്കാനും വേണ്ടി അവർ അകത്തേക്ക് പോയതാകും എന്നാണ് ഇവർ ധരിക്കുന്നത്. അങ്ങനെ അവർ പുറത്ത് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഈ നേതാക്കൾ അവരകത്ത് പോയതിന് ശേഷം അവർക്കിടയിൽ ഒരു ചർച്ച വരികയാണ്. അപ്പം അതിൽ ഒരാൾ പറയാണ്, ഇന്നക്കും ലൻ തജിദു അർറജുല അലാ മിസ്ലി ഹാലിഹി ഹാദിഹി. അതായത് ഈ ഒരു മനുഷ്യനെ ഇത്രയും നല്ലൊരു സാഹചര്യത്തിൽ ഇനി നമ്മുടെ കൺമുമ്പിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും നല്ലൊരു അമൂല്യ അവസരമാണ് നമ്മുടെ കൺമുമ്പിൽ വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നമ്മുടെ അടുത്തേക്ക്, നമ്മുടെ ബൗണ്ടറിയിലേക്ക് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. കൂടെ ആണെങ്കിൽ എണ്ണപ്പെട്ട ആളുകൾ മാത്രമാണ്. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു തക്കാണ്. അദ്ദേഹത്തെ വധിക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ട് ജൂതന്മാർ അതിനെ കാണുകയാണ്. അങ്ങനെ അവർ അതിനു വേണ്ടി ഒരു പദ്ധതി ഒരുക്കുന്നത്, അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ആട്ടുകല്ല്, അവർ അരക്കുന്ന ആ വലിയ പാറക്കല്ല് അതെടുത്ത് ഒരാൾ കോട്ടയ്ക്ക് മുകളിലേക്ക് കയറി താഴെ ആ മതിലിനോട് ചേർന്ന് ചാരിയിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്കിട്ട് റസൂലുള്ളാഹിനെ വധിക്കുക. വൽ ഇയാദു ബില്ലാഹ്. അതാണ് അവർ അതിനു വേണ്ടി ഒരുക്കിയ പദ്ധതി. അപ്പോൾ ഈ ഒരു പ്ലാന് കേട്ട് നിന്ന് അവർക്കിടയിലുണ്ടായിരുന്ന അവരുടെ തന്നെ ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് സല്ലാം ഇബ്നു മിഷ്കം. നേരത്തെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാകും. ആ സബീഖ് യുദ്ധത്തിൽ അബൂ സുഫിയാൻ ആ അർദ്ധരാത്രി വന്ന് സമീപിക്കുന്നത് ഈ വ്യക്തിയാണ്. ബനു നദീറിലെ സ്വാഹിബുൽ കൻസ്, അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ഈ സല്ലാം ഇബ്നു മിഷ്കം അന്ന് അബൂ സുഫിയാനെ സഹായിച്ചിരുന്നു. ആ വ്യക്തി സല്ലാം ഇബ്നു മിഷ്കം അവരോട് പറഞ്ഞു, ഏയ് ലാ തഫ്അലു, നിങ്ങളത് ചെയ്യരുത്. ഫവല്ലാഹി ലയഖ്ബറന്ന ബിമാ ഹമംതും ബിഹി. നിങ്ങളുടെ ആ പദ്ധതിയെ സംബന്ധിച്ച് ഒരുപക്ഷെ അയാൾക്ക് വിവരം ലഭിക്കും. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൗദികമായിട്ടുള്ള ചില വഹി ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം പോലും അവർക്കറിയായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം പ്രത്യേകമായിട്ട് പറഞ്ഞു, വ ഇന്നഹു ലനഖുദുൽ അഹ്ദില്ലദീ ബൈനനാ വ ബൈനഹു. അത് നമുക്കിടയിലുള്ള, നമ്മൾക്കും അവർക്കിടയിലുള്ള ആ കരാറിൻ്റെ പച്ചയായിട്ട് ലംഘനമാണ്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു പ്രവൃത്തി ചെയ്യരുതെന്ന് അദ്ദേഹം അവരെ വാൺ ചെയ്യാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരാളുടെ ഒറ്റപ്പെട്ട അഭിപ്രായം അവരത് കേൾക്കുന്നില്ല. അവർ ആ പദ്ധതി നടപ്പിലാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആരത് ചെയ്യും? അവർ ചർച്ച വരികയാണ്. ആ കൂട്ടത്തിൽ നീചനായിട്ടുള്ളൊരു വ്യക്തി അമ്രുബിന് ജഹാഷ് എന്നുള്ള അയാൾ പറഞ്ഞു, അനലിദാലിക്, ഞാനത് ചെയ്തോളാം. അങ്ങനെ അയാൾ ആ ഭാരമുള്ള വലിയ പാറക്കല്ലും താങ്ങി ആ നീചകൃത്യം ചെയ്യാൻ വേണ്ടി അയാൾ കോട്ടയ്ക്ക് മുകളിലേക്ക് കയറാണ്. അവിടെ നമ്മൾ പോസ് ചെയ്യുകയാണ്. മറുവശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കോട്ടയ്ക്ക് പുറത്ത് ആ മതിലിനോട് ചാരി അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുകയാണ്. ഒന്നും പറയാതെ റസൂലുള്ളാഹി പെട്ടെന്ന് നടന്നു പോവാണ്. അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർ അവർ കരുതി റസൂലുള്ളാഹി എന്തോ പ്രാഥമിക ആവശ്യം നിർവഹിക്കാനോ മറ്റോ പോയതാണെന്നാണ് അവർ ധരിക്കുന്നത്. അങ്ങനെ സമയം കടന്നു പോവാണ്. വളരെ നേരമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നതായിട്ട് അവർ കാണുന്നില്ല. അവർ മാത്രമല്ല, അവരറിയാതെ മുകളിൽ കല്ലുമായിട്ട് മറ്റൊരാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരുപാട് സമയം കടന്നുപോയി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നില്ല. അപ്പോൾ അവിടെ എന്താണ് ബിഹൈൻഡ് ദ സീൻ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്പോട്ടിൽ അവിടെ വരികയാണ്. റസൂലുള്ളാഹിനോട് ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പിച്ചു. പിന്നീട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിൻ്റെ കാര്യം പിന്നീട് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ ഒരു വഹി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. നേരത്തെ ആ സല്ലാം ഇബ്നു മിഷ്കമിൻ്റെ ആ വാണിംഗ് ഇവിടെ ചേർത്ത് വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകിയ വാഗ്ദാനമാണ്. സൂറത്തുൽ മാഇദയിൽ 67-ാമത്തെ വചനത്തിൽ വല്ലാഹു യഅസിമുക മിനന്നാസ്, ഓ പ്രവാചകരെ, ജനങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ സംരക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലതവണ പല സന്ദർഭങ്ങളിൽ പല ആളുകൾ പല രൂപത്തിലായിട്ട് റസൂലുള്ളാഹിനെ വധിക്കാൻ ശ്രമിച്ചിട്ടും ജീവിതകാലത്ത് ഒരിക്കലും നടക്കാതിരുന്നതിൻ്റെ കാരണം ആ വല്ലാഹു യഅസിമുക മിനന്നാസ് എന്നുള്ള ആ വാഗ്ദാനമാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ കൂടെ വന്ന സ്വഹാബികൾ അവരൊരുപാട് നേരം കാത്തിരുന്നതിന് ശേഷം അവസാനം കാണാതായപ്പോൾ അവർ എഴുന്നേറ്റ് മദീനയിലേക്ക് തന്നെ തിരിക്കുകയാണ്. അവരൊന്നാ കൺഫ്യൂഷനിലാണ്. റസൂലുള്ളാഹിക്ക് എന്ത് സംഭവിച്ചു, എങ്ങോട്ടാണ് പോയത്, യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ അവർ പോകുന്ന വഴിയിൽ മദീനയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരാളെ അവർ വഴിയിൽ വെച്ച് കാണുകയാണ്. അപ്പോൾ അവർ ആകാംക്ഷയോടുകൂടി അവർ അന്വേഷിച്ചു, നിങ്ങൾ പോകുന്ന വഴിയിലെങ്ങാനും റസൂലുള്ളാഹിനെ കണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി മദീനയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അതോടുകൂടി അവർക്ക് ആശ്വാസമായി. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ യാത്ര ചെയ്ത് അങ്ങനെ അവസാനം അവർ മദീനയിലെത്തുകയാണ്. മദീനയിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോവാണ്. അപ്പോൾ റസൂലുള്ളാഹി അവരെ കണ്ട സമയത്ത് താൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിൻ്റെ കാരണവും ആ ബനൂ നദീർകാർ അവിടെ നടത്തിയ ഗൂഢാലോചനയുടെ വിവരങ്ങളെല്ലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ലഭിച്ച വഹീൻ്റെ ഡീറ്റെയിൽ എല്ലാം അവരുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ ബനൂ നദീർകാർ അവരെല്ലാ അർത്ഥത്തിലും എല്ലാ പരിധികളും അവർ ലംഘിച്ചിരിക്കുകയാണ്. ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് അവർ ആ കരാറ് ലംഘിച്ചു. അതിന് പുറമെ അവസാനമായിട്ട് ഈ ഒരു സമയത്ത് ആ രാഷ്ട്രനായകനായിട്ടുള്ള റസൂലുള്ളാഹിക്കെതിരെ അവർ വധശ്രമത്തിന് ശ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരർത്ഥത്തിലും അവർ മാപ്പർഹിക്കുന്നില്ല. റസൂലുള്ളാഹി ശക്തമായിട്ടുള്ള നടപടി
ആ ഗോത്രത്തിനെതിരെ നേരത്തെ ഒന്നാമത്തെ ഗോത്രം ബനു ഖൈനുഖാഇനെതിരെ സ്വീകരിച്ച അതേ നടപടി അവരെ മദീനയിൽ നിന്നും നാട് കടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പം അതിനുള്ള ആ ഒരു സന്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിൽ നിന്നും മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു വഴി ആ ഒരു സന്ദേശം അവർക്ക് കൈമാറാണ്. അദ്ദേഹത്തെ തന്നെ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു നേരത്തെ അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അദ്ദേഹം ഔസ് ഗോത്രക്കാരനാണ്. ഔസ് ഗോത്രം ബനൂ നദീറുമായിട്ട് ജാഹിലിയ കാലം മുതൽ അവർ വലിയ സഖ്യത്തിലാണ്. അങ്ങനെ ഈ ഒരു സ്വഹാബി മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു ആ ഒരു സന്ദേശമായിട്ട് യാത്ര ചെയ്ത് ബനൂ നദീർ കോട്ടയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയുള്ള അവരുടെ നേതാവിൻ്റെ കയ്യിൽ റസൂലുള്ളാഹിൻ്റെ ആ സന്ദേശം കൈമാറാണ്. അപ്പോൾ അവർ വായിച്ച ഉടനെ അവർ അങ്ങേയറ്റം ക്ഷോഭിച്ചു. ആദ്യം അവർ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിനോട് അവർ ക്ഷോഭിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ഔസ് ഗോത്രക്കാരനായിട്ടും ഇവിടെ വന്ന് ഇതെല്ലാം പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായിയാണ്, ഞാൻ പഴയ പോലെയല്ല, എൻ്റെ ഹൃദയമെല്ലാം മാറിയിട്ടുണ്ടെന്നെല്ലാം അദ്ദേഹം അവർക്ക് മറുപടി നൽകി. ഏതായിരുന്നാലും ആ ഒരു കുറിപ്പിൽ റസൂലുള്ളാഹി അവർക്ക് നൽകിയ സന്ദേശം 10 ദിവസം ഞാൻ സമയം നൽകുന്നു, അതിനകം മദീന വിട്ടു പോകണം. അതായിരുന്നു റസൂലുള്ളാഹിൻ്റെ ഓർഡർ. അപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, അവർ ആ തെറ്റിനെ അവർ നിഷേധിക്കാൻ പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കോട്ടക്കകത്ത് അവർ രഹസ്യമായിട്ട് നടത്തിയ ഗൂഢാലോചന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പുറത്തുള്ള റസൂലുള്ളാഹിക്ക് അറിയണമെങ്കിൽ അത് കൃത്യമായിട്ട് അബൗദികമായിട്ടുള്ളൊരു സ്രോതസ്സിൽ നിന്ന് റസൂലുള്ളാഹിക്ക് വഹി ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം പോലും അവർക്കറിയായിരുന്നു. നേരത്തെ ആ സല്ലാം ഇബ്നു മിഷ്കമിൻ്റെ സംസാരം അതന്നെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെയുള്ള അറബികളെക്കാൾ നേരത്തെ തന്നെ വരാനുള്ള പ്രവാചകനെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർ മക്കളെപ്പോലെ തന്നെ പരിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ അവർ സ്വന്തം മക്കളെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അഹങ്കാരം അല്ലെങ്കിൽ അസൂയ നിമിത്തമെല്ലാമാണ് അവർ റസൂലുള്ളാഹിനെ വിശ്വസിക്കാതിരുന്നത്. ആ സത്യം അവർക്കറിയായിരുന്നു. അപ്പം ഇതേ ബനൂ നദീർ ഗോത്രത്തിൻ്റെ ഒരു ലീഡറായിരുന്ന ഹുയയ്യ ബിൻ അഖ്തബ് ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് ആ ഖുബയിലെത്തിയ ഉടനെ തന്നെ ഹുയയ്യ ബിൻ അഖ്തബും അയാളുടെ ഒരു ബന്ധുവുമായിട്ടുള്ള സംസാരം പിൻകാലഘട്ടത്തെ അയാളുടെ മകൾ, അതായത് റസൂലുള്ളാഹി ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പിന്നീട് കടന്നു വരാൻ പോകുന്ന സൊഫിയ ബിൻത്ത് ഹുയൈ റളിയല്ലാഹു അൻഹ, പിന്നീട് അവർ ആ പിതാവിൻ്റെ സംസാരം ഉദ്ധരിക്കുന്നുണ്ട്. അന്ന് തന്നെ അവർ സംസാരിച്ച സമയത്ത് ആ ബന്ധുവിനോട് ഇദ്ദേഹം ചോദിച്ചു, അഹുവ, അതായത് ആ വന്നിട്ടുള്ള പ്രവാചകൻ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾ തന്നെയാണോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെ, ആ പ്രവാചകൻ തന്നെയാണത്. പക്ഷെ അവർ പിന്നീട് നിഷേധം തുടരുമെന്ന് അവർ രണ്ടുപേരും പ്രതിജ്ഞ ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ സത്യമാണെന്ന് അവർക്ക് അറിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാണ്. റസൂലുള്ളാഹി ആ ഒരു സന്ദേശം അവർക്ക് കൈമാറാണ്, 10 ദിനത്തിനകം ആ മദീന വിട്ടു പോകണം. അപ്പോൾ അവർ അർഹിക്കുന്ന ശിക്ഷയാണ്. രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗം അവർ കണ്ടില്ല, കാരണം അവർ ഈ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അവരൊന്നടങ്കം ആ ബനൂ നദീർ ഗോത്രം ഒന്നടങ്കം ആ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. അവർ താനെല്ലാം പാക്ക് ചെയ്ത് മദീനയിൽ നിന്നും അവർ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ്. ആ ഒരുങ്ങുന്ന സമയത്താണ് ഈ ഒരു സംഭവത്തിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ മദീനയിലുണ്ടായിരുന്ന മറ്റൊരു നേതാവ് അയാൾ നൽകിയ ആ ഒരു കൃത്യസമയത്ത് അയാൾ രഹസ്യമായിട്ട് നൽകിയ ഒരു സഹായ വാഗ്ദാനമാണ്. അതാരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും. മുനാഫിക്കളുടെ നേതാവായിട്ടുള്ള അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ ലഅനഹുല്ലാഹ്, അയാൾ ആ കൃത്യസമയത്ത് അയാളൊരു മെസ്സേജ് കൈമാറാണ്. അയാൾ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കെതിരെ നടപടിയെടുത്തതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഈ മദീന വിട്ട് നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ഞാനും എൻ്റെ അനുയായികൾ മാത്രമല്ല, വേണമെങ്കിൽ അവിടെയുള്ള ഖത്ഫാൻ ഗോത്രം, ഖത്ഫാൻ എന്നുള്ളത് വലിയ ഗോത്രമാണ്, ആ ഗോത്രത്തിലുള്ള 2000-ഓളം വരുന്ന ആളുകൾ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ട് അവിടെയുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ മദീന വിട്ട് പോകാൻ പാടില്ല. ആ കട്ട സപ്പോർട്ട് അയാൾ അറിയിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഇൻ ഉഖ്രിജ്തും ലനഖ്റുജന്ന മഅക്കും, നിങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വലാ നുതിഉ ഫീക്കും അഹദൻ അബദ, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരാൾക്കും വഴങ്ങില്ല. അയാൾ പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൻ്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതന്നെ കോട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഹശ്റിലേക്ക് പിന്നീട് നമ്മൾ കടന്നു വരും. അപ്പോൾ ഈ രൂപത്തിൽ വലിയൊരു സഹായം, ഇൻ ഖൂതിൽതും ലനൻസുറന്നക്കും, നിങ്ങളായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ സഹായിക്കും എന്നുള്ള വലിയ സഹായ വാഗ്ദാനെല്ലാം അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ആ സമയത്ത് അവർക്ക് വാഗ്ദാനം നൽകുകയാണ്. അപ്പോൾ അത്രയും വലിയൊരു ഉറപ്പ്, അതും മദീനയിൽ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗമനത്തിന് മുമ്പ് പ്രധാനപ്പെട്ട ലീഡർമാരിലൂടെ ഒരാളായിരുന്നു ഈ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ്. അയാൾ ഇത്രയും വലിയൊരു ഉറപ്പ് അവർക്ക് ലഭിച്ചതോടുകൂടെ ആ ഒരു പിൻബലത്തിൻ്റെ പുറത്ത് അവരുടെ തീരുമാനം അവർ മാറ്റുകയാണ്. ബനൂ നദീറുകാർ അതോടുകൂടെ ഹാപ്പി ആവാണ്. അവർ ആ സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ പോകില്ല എന്ന് അവർ ഉറച്ച തീരുമാനം എടുക്കുകയാണ്. കാരണം അത്രയേറെ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് നൽകിയ ആ വാഗ്ദാനത്തിൽ അത്രയേറെ അവർ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ശേഷം ആ ബനൂ നദീർ ഗോത്രത്തിൻ്റെ തലവൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഹുയയ്യ ബിൻ അഖ്തബ്, അയാൾ റസൂലുള്ളാഹിക്ക് ഒരു സന്ദേശം തിരിച്ചയക്കുകയാണ്. ആ സന്ദേശത്തിൽ അവർ പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞങ്ങൾ ഈ മദീന വിട്ടു പോകില്ല, ഇന്നാലാ നഖ്റുജു മിൻ ദിയാരിന, ഞങ്ങൾ ഈ മദീന വിട്ടൊന്നും പോകില്ല, ഫസ്ന മാ ബദാലക്, നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. അതായത് ആ രൂപത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സന്ദേശം റസൂലുള്ളാഹിക്ക് അയക്കാണ്. നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യുക, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതാണ് അവർ പറയുന്നത്. ഈ ഒരു പ്രതികരണം, ആ ബനൂ നദീർ ലീഡറുടെ ഈ പ്രതികരണം കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തക്ബീർ മുഴക്കാണ്, അല്ലാഹു അക്ബർ. അപ്പം അനുയായികളും കൂടെ തക്ബീർ, അതായത് ഒരു പോസിറ്റീവ് സൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുസ്ലിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും നല്ലതിനാണെന്നുള്ളൊരു സിഗ്നലാണ് അവിടെ റസൂലുള്ള പറയുന്നത്. ഇപ്പോൾ ചിന്തിച്ചു നോക്കുക, സാഹചര്യം തികച്ചും പ്രതികൂലമാണ്. ഉഹുദിലേറ്റ തിരിച്ചടി, അതിന് ശേഷം നടന്ന റജി ബീർ മഊന, അതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. അതേപോലെ തന്നെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് അവർ വെല്ലുവിളിച്ച് മുന്നോട്ട് വരുന്നത്. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബനൂ നദീറുകാർ അവർ കരുത്തരാണ്, തെറ്റില്ലാത്ത അംഗസംഖ്യ അവരുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ ശക്തിയാണ്, അതേപോലെ തന്നെ ആയുധം അതെല്ലാം അവരുടെ കയ്യിലുണ്ട്. ഈ സമയത്താണ് അവർ വെല്ലുവിളിക്കുന്നത്. ഈ ഒരു വെല്ലുവിളിക്ക് മുമ്പിൽ മുസ്ലിങ്ങൾ നിശബ്ദരാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും ശക്തി ആർജിക്കും. പല രൂപത്തിൽ, അല്ലെങ്കിൽ തന്നെ അവർ പല രൂപത്തിലായിട്ട് ശത്രുക്കളായിട്ട് സഹകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരെപ്പോലെ തന്നെ നിരവധി അവസരം കാത്ത് അവിടെ കിടക്കുന്ന, തലപൊക്കാൻ ശ്രമിക്കുന്ന നിരവധി ഇതര ഗോത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വലിയൊരു മെസ്സേജ് അവർക്കെല്ലാം കൈമാറേണ്ടതുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഈ ഒരു സമയത്തും മുസ്ലിങ്ങൾ തളർന്നിട്ടില്ലെന്ന് അവരെ എല്ലാം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ആ ഒരു മറുപടി ലഭിച്ച ഉടനെ തന്നെ, മറ്റൊന്നും കാത്തു നിൽക്കാത്ത റസൂലുള്ളാഹി ഉടനെ തന്നെ അനുയായികളായിട്ട് ആ ബനൂ നദീറുകാരെ ലക്ഷ്യമാക്കി ഹിജ്റ വർഷം 4 റബീഉൽ അവൽ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നും പുറപ്പെടുകയാണ്. ആ സൈന്യത്തിൻ്റെ പതാക റസൂലുള്ളാഹി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് നൽകി. അതേപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ അഭാവത്തിൽ ആ മദീനയുടെ ചുമതല സാധാരണ പോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന റളിയല്ലാഹു അൻഹു അന്ധനായിട്ടുള്ള ആ സ്വഹാബിക്ക് റസൂലുള്ളാഹി ചുമതലയെല്ലാം നൽകി റസൂലുള്ളാഹി മദീനയിൽ നിന്നും പുറപ്പെടുകയാണ്. ഇപ്പോൾ ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, ഈ ബനൂ നദീർ അരങ്ങേറുന്നത് ഉഹുദിൻ്റെ അനന്തരം ഹിജ്റ വർഷം 4 റബീഉൽ അവൽ മാസത്തിലാണെന്നാണ് ഭൂരിപക്ഷം സീറാ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അതേസമയം ഈ ഒരു ഡേറ്റിനെ ചൊല്ലിയുള്ള ഒരു ചർച്ച നിരവധി സീറാ ഗ്രന്ഥങ്ങളിൽ കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം ചില ആദ്യകാലത്തുള്ള ചില സീറാ അതോറിറ്റികൾ, താബികളിൽ കടന്നു വരുന്ന ഇബ്നു ശിഹാബ് സുഹരി റഹിമുള്ള, അതേപോലെ തന്നെ ഉർവ ബിൻ സുബൈർ, അവരുടെ എല്ലാം അഭിപ്രായത്തിൽ അത് ബദറിൻ്റെ ശേഷമാണ് അരങ്ങേറിയതെന്ന് അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ചർച്ച കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ അത് പിൻകാലഘട്ടത്തിൽ കടന്നു വരുന്ന സീറാ പണ്ഡിതന്മാർ അതിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ യഥാർത്ഥത്തിൽ അത് അവരിൽ നിന്നും വന്നൊരു മിസ്റ്റേക്കായിരുന്നു. ബദറിന് ശേഷം അരങ്ങേറിയത് ബനൂ ഖൈനുഖ ആണ്. അത് അവർ തെറ്റിദ്ധരിക്കാനുണ്ടായത്. ആ രൂപത്തിലാണ് പലരും അതിനെ വിശദീകരിക്കുന്നത്. അതത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം, ഈ ബനൂ നദീർ സംഭവിക്കുന്നത് റസൂലുള്ളാഹി ആ നഷ്ടപരിഹാരം, ആ ദിയ കളക്ട് ചെയ്യാൻ വേണ്ടി പോയതിൻ്റെ ഭാഗമായിട്ടാണ്. അത് സംഭവിക്കുന്നത് ഉഹുദിന് ശേഷമുള്ള ആ ബിർ മഊന സംഭവത്തിലാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അത് അരങ്ങേറിയത് ഉഹുദിൻ്റെ അനന്തരാണെന്ന് പിൻകാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ വളരെ ആധികാരികമായിട്ട് തന്നെ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിലും, അതേപോലെ തന്നെ ഇബ്നു കസീറും വാഖിദിയും, അതേപോലെ തന്നെ ഇബ്നു സഅദല്ല, അതേപോലെ തന്നെ ഏറ്റവും വലിയ അതോറിറ്റി ആയിട്ടുള്ള ഈ സീറത്ത് ഇബ്നു ഹിഷാമിലെല്ലാം അവർ സൂചിപ്പിക്കുന്നത് ഇത് അരങ്ങേറുന്നത് ഉഹുദിൻ്റെ അനന്തരം എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ ആ ഒരു ഡേറ്റിനെ ചൊല്ലിയുള്ള ചർച്ച അത് മനസ്സിലാക്കിയിരിക്കുക. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യമായിട്ട് ബനൂ നദീർ ലക്ഷ്യാക്കി പുറപ്പെടുകയാണ്. ആ മുസ്ലിം സൈന്യം ആ ബനൂ നദീറിൻ്റെ ആ ബൗണ്ടറിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ ആ കോട്ട ഈത്തപ്പനത്തോട്ടത്താൽ വലയം ചെയ്യപ്പെട്ട രൂപത്തിൽ അതിൻ്റെ മിഡിലായിട്ടാണ് ആ കോട്ട വരുന്നത്. ആ തോട്ടത്തെ സംബന്ധിച്ച് സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ വഹിയൽ ബുവൈറയാണ് ആ തോട്ടം എന്നെല്ലാം ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ആ മുസ്ലിം സൈന്യത്തിൻ്റെ ആഗമനം കണ്ട് ആ ജൂതർ ഒന്നടങ്കം ഞെട്ടാണ്. കാരണം അത്രയും പെട്ടെന്ന് റിയാക്ഷൻ അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അവർ ആ കോട്ടക്കുള്ളിൽ അഭയം പ്രാപിക്കുകയാണ്. അവരിലുള്ള പല യോദ്ധാക്കളും ആ കോട്ടയ്ക്ക് മുകളിലേക്ക് കയറി ഈത്തപ്പനത്തോട്ടത്തിൻ്റെ മറവിലൂടെ മുസ്ലിം സൈന്യത്തിന് നേരെ തുരുതുരെ അവർ അമ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും അവർ തുടക്കത്തിൽ നന്നേ വിഷമിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മിഷൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ നടപ്പിലാക്കാൻ ഏറ്റവും വലിയ തടസ്സം അവരുടെ മുമ്പിലുണ്ടായിരുന്ന ആ ഈത്തപ്പന മരങ്ങളാണ്. അത് യഥാർത്ഥത്തിൽ അത് ഒരു ഡിഫൻസ് എന്നുള്ള ആ ഒരു പർപ്പസിൽ തന്നെയാണ് അവർ ആ രൂപത്തിൽ കോട്ടയ്ക്ക് ചുറ്റും അവർ ആ മരം നട്ടിരുന്നത്. അപ്പോൾ മുസ്ലിം സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഓപ്പറേഷൻ വിജയകരമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ ആദ്യം മുന്നിലുള്ള ആ ഒരു തടസ്സം നീക്കിയേ തീരും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലുള്ള ആ മരങ്ങൾ മുറിച്ച് മാറ്റാൻ, അതല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓർഡർ നൽകുകയാണ്. 2 റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ചില ഉദ്ധരണികളിൽ അവരത് ചെയ്തു, പിന്നീട് റസൂലുള്ളാഹി അതിനെ ശരിവെച്ചു എന്നുള്ള. ഏതായിരുന്നാലും
പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൻ്റെ 5-ാമത്തെ വചനത്തിൽ മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമുഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഹശറിലേക്ക് പിന്നീട് നമ്മൾ കടന്നു വരും. ഇപ്പോൾ മുന്നിലുള്ള ചില ഈത്തപ്പന മരങ്ങൾ നശിപ്പിച്ചതോടുകൂടെ ആ കോട്ടക്കകത്തുണ്ടായിരുന്ന ആ ബനൂ നദീറുകാർ ഒന്നടങ്കം ഇളകുകയാണ്. അതുതന്നെയായിരുന്നു അതിൻ്റെ മറ്റൊരു പർപ്പസ്. അവർ ആ കോട്ടക്ക് മുകളിൽ കയറി റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചുകൊണ്ട് പലതും പറയാൻ തുടങ്ങി. യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്ത് പ്രവാചകനാണ്? നിങ്ങളുടെ പരിശുദ്ധ ഖുർആനിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുതെന്നെല്ലാം പറയുന്നില്ലേ? നിങ്ങൾ ഈ രൂപത്തിലുള്ള പ്രവൃത്തി ചെയ്യാണ്. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ ആക്ഷേപ വാക്കുകളെല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, തികച്ചും അനിവാര്യമായിട്ടുള്ളൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അതിനുള്ള അനുമതി നൽകിയത്. ഒരു എക്സെപ്ഷൻ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പൊതുവായിട്ടുള്ള യുദ്ധ നിയമം വളരെ വ്യക്തമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സിറിയയിലേക്ക് സൈന്യത്തെ അയക്കുന്ന സമയത്ത് ആ സൈന്യത്തിന് നൽകുന്ന ഇൻസ്ട്രക്ഷൻ പ്രസിദ്ധമാണ്. അതാണ് യഥാർത്ഥത്തിൽ പൊതുവായിട്ടുള്ള യുദ്ധ നിയമം. അതിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല, കുട്ടികളെ ആക്രമിക്കാൻ പാടില്ല, ഫലവൃക്ഷങ്ങൾ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, ആരാധനാ മഠങ്ങൾ അതിനെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല. ഈ രൂപത്തിലുള്ള നിരവധി കൽപ്പനകൾ നൽകുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ പൊതുവായിട്ടുള്ള നിയമം. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ശരീഅത്ത് ലോകത്തുള്ള മറ്റേത് ദർശനങ്ങളെക്കാൾ ആ മരം നടുന്നതിൻ്റെ എല്ലാം പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരാൾ ഒരു ഫലവൃക്ഷം നട്ട് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അതിൽ നിന്നും പക്ഷിമൃഗാദികൾ ഭക്ഷിക്കുന്നതിൻ്റെ പോലും പ്രതിഫലം അയാളുടെ ഖബറിലേക്ക് എത്തുമെന്നുള്ളതാണ്. ആ രൂപത്തിലെല്ലാം പ്രോത്സാഹിപ്പിച്ച മതം കൂടെയാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ യുദ്ധ ആവശ്യാർത്ഥം അനിവാര്യമായി തീരുന്നത് കൊണ്ട് ഒരു എക്സെപ്ഷൻ മാത്രമാണ് ഇവിടെ. നമുക്കറിയാം, നമ്മുടെ ഫിഖിൽ ഖവായിദുൽ ഫിഖിലെല്ലാം കടന്നു വരുന്ന അൽ-ളറൂറാത്ത് തുബീഹുൽ മഹ്ദൂറാത്ത്, അതായത് അത്യാവശ്യം വരുന്ന സമയത്ത്, പ്രതിസന്ധി അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ശരീഅത്തിൻ്റെ നിയമങ്ങൾ, അതായത് ഹറാമായിട്ടുള്ള നിയമങ്ങൾ പോലും ചില സമയത്ത് അത് ഫ്ലെക്സിബിളായിട്ട് മാറാറുണ്ട്. ആ രൂപത്തിലുള്ള ഒരു എക്സെപ്ഷൻ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീക്കി മുസ്ലിം സൈന്യം മുന്നേറി അവസാനം ആ ബനൂ നദീറിൻ്റെ കോട്ട അവർ ഉപരോധിക്കുകയാണ്. അങ്ങനെ ഉപരോധം ഏർപ്പെടുത്തി ആ ഉപരോധം ദിവസങ്ങൾ പിന്നിടാണ്. അതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3-ാമത്തെ ജൂതഗോത്രം ബനൂ ഖുറൈളയെ റസൂലുള്ളാഹി സന്ദർശിക്കുന്നുണ്ട്. കാരണം അവരിവരെ സഹായിക്കുമെന്നുള്ള ചില കിംവദന്തികൾ അവിടെ കേട്ടു. അതോടൊപ്പം തന്നെ അവരൊപ്പുവെച്ച ആ കോൺട്രാക്റ്റ് ഒരിക്കൽ കൂടെ ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടി റസൂലുള്ളാഹി അവരെ സമീപിക്കുകയാണ്. കൃത്യമായിട്ട് അവർക്ക് വാണിംഗ് നൽകി. കാരണം ഇതേ രൂപത്തിൽ മറ്റ് 2 ഗോത്രങ്ങളും പ്രവർത്തിച്ചതുപോലെയാണ് പ്രവർത്തിക്കാൻ വല്ല പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അതുകൊണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാം. ആ രൂപത്തിലുള്ള വാണിംഗ് എല്ലാം അവർക്ക് നൽകുകയാണ്. കരാറ് ലംഘിക്കാനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ ഇപ്പോൾ തന്നെ ഇവരെ പോലെ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാം. ആ രൂപത്തിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചില ഉപദേശങ്ങൾ നൽകി. പക്ഷേ പ്രത്യേകമായിട്ട് നമ്മൾ മുന്നോട്ടുള്ള ചരിത്രമാണ് ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു കൂട്ടർ, അതായത് 3-ാമത്തെ ഗോത്രം ബനൂ ഖുറൈള, ഈ 2 ഗോത്രങ്ങളെക്കാൾ നീചമായിട്ടുള്ള രൂപത്തിലാണ് ആ കരാറ് ലംഘിക്കുന്നത്. അതായത് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഏറ്റവും വലിയ സൈന്യം മക്കയിൽ നിന്നും പുറപ്പെട്ട അഹ്സാബ് യുദ്ധത്തിൻ്റെ ആ യുദ്ധമുഖത്ത് വെച്ച് അവസാനം അവർ ഏറ്റവും വലിയൊരു ചതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഖുറൈളക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി പിന്നീട് സ്വീകരിച്ചത്. അവർക്കെതിരെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള കാരണം അതായിരുന്നു. പക്ഷേ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള വിമർശകർ പ്രധാനമായിട്ടും അവർ വിമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ബനൂ ഖുറൈളയാണ്. ആ ബനൂ ഖുറൈള എന്നുള്ളത് അതൊരു ചെയിൻ ഓഫ് ഇവൻ്റാണ്. നിരവധി സംഭവങ്ങളുടെ ഒരു ക്ലൈമാക്സ് മാത്രമാണ് ബനൂ ഖുറൈള. അതിലേക്ക് നയിക്കുന്ന നിരവധി കണ്ണികളുണ്ട്. അതിൽ നിന്നും ആ ഒരു കണ്ണി മാത്രം, ആ വധശിക്ഷ നടപ്പിലാക്കിയ ഒരു കണ്ണി മാത്രം മുറിച്ചെടുത്തിട്ടാണ് വിമർശകരായിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചത്. അതിലേക്ക് എത്തുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ബനൂ ഖുറൈളയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് വിശദീകരിക്കും. അപ്പോൾ ഇതെല്ലാം അതിലേക്ക് നയിക്കുന്ന ചില കാരണങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. ഏതായിരുന്നാലും മുസ്ലിങ്ങൾ ആ കോട്ട ഉപരോധിക്കുകയാണ്. ഉപരോധം ദിവസങ്ങൾ പിന്നിടാണ്. അങ്ങനെ ആ ഉപരോധം ഒരാഴ്ച, അതല്ലെങ്കിൽ ചില സീറ ഗ്രന്ഥങ്ങളിൽ 15ഓളം ദിനം, 2 ആഴ്ചയോളം ആ ഉപരോധം നീണ്ടു നിന്നു. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബനൂ നദീറുകാരുടെ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയം നൽകുകയാണ്. അത് ഭയം നൽകിയെന്ന് കൃത്യമായിട്ട് പറയാനുള്ള കാരണം, യഥാർത്ഥത്തിൽ എത്ര കാലം മുസ്ലിങ്ങൾ ഉപരോധിച്ചാലും അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കാരണം അവർ ആ കോട്ടക്കകത്താണ് ജീവിക്കുന്നത്. ആ കോട്ടക്കകത്ത് മാസങ്ങളോളം അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള വിഭവങ്ങളെല്ലാം ആ കോട്ടക്കകത്തുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ അവർക്ക് തെറ്റില്ലാത്ത അംഗസംഖ്യയെല്ലാം അവരുടെ കയ്യിലുണ്ട്. അതെല്ലാം ഉണ്ടായിട്ടും ആ ഭീരുക്കളൊന്നും ചെയ്യാതെ അവസാനം ആ ഭയം വന്ന് അവർ ആയുധം വെച്ച് മുസ്ലിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിൽ ഭയം നൽകുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും
സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, നുസിർതു ബി റുഅബി മസീറത്ത ഷഹർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ മനസ്സിൽ ഭയം നൽകി എന്നെ സഹായിച്ചെന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. റുഅബ് നൽകി സഹായിച്ചെന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. സൂറത്തുൽ ഹശ്റിലേക്ക് വരുന്ന സമയത്ത് സൂറത്തുൽ ഹശ്റിൻ്റെ 2-ാമത്തെ വചനത്തിൽ വഖദഫ ഫീ ഖുലൂബിഹിം റുഅബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഞാൻ അവരുടെ ഹൃദയത്തിൽ ഭയം നൽകി. ആ ഭയം നൽകിയത് കാരണം അവസാനം അവർ കീഴടങ്ങാൻ. അപ്പം അത്രയും തന്നെ അവർ പിടിച്ചു നിൽക്കാനുള്ള കാരണം അവസാന നിമിഷം വരെ അവർ പ്രതീക്ഷയോടെ മറ്റൊരാളെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടാകും അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ അവർക്ക് നൽകിയ വാഗ്ദാനം, ഞാൻ സൈന്യമായിട്ട് വരും, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഒരിക്കലും പോകണ്ടെന്നെല്ലാം അയാൾ നേരത്തെ വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ ആ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ എന്നല്ല, ഒരു മുനാഫിക്കിൻ്റെ പൊടി പോലും ആ ഭാഗത്ത്, ആ പരിസരത്ത് പോലും കണ്ടില്ല എന്നുള്ളതാണ്. കാരണം മുനാഫിക്കുകൾ എന്നുള്ളത് ആ രൂപത്തിലാണ്, അവർ നിറം മാറിക്കൊണ്ടിരിക്കും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ ഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന, അവർ വിശ്വാസികളെ കണ്ട വിശ്വാസികളോടൊപ്പമാണ്, അവിശ്വാസികളുടെ അടുത്ത് ആകുന്ന സമയത്ത് അവർ ആ നിറം മാറിക്കൊണ്ടിരിക്കും. അത് ഈ പാവം ജൂതന്മാർക്ക് അത് മനസ്സിലായില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് അവസാനം സന്ദേശം അയക്കാണ്. അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ അംഗീകരിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ മദീനയിൽ നിന്നും പുറത്തു പോകാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അവസാനം അവർ അതിന് സന്നദ്ധാവാണ്. ഇപ്പോൾ രണ്ടാമതും വെല്ലുവിളിച്ച് ഈ രൂപത്തിലുള്ള പ്രവൃത്തിയെല്ലാം ചെയ്തതിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ യാതൊരു ശക്തമായിട്ടുള്ള നടപടിയും സ്വീകരിച്ചില്ല. ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവരോട് മദീന വിട്ടു പോകാൻ പറയാണ്. അതോടൊപ്പം ഓരോ ആളുകളും അവർ ആയുധമൊഴികെ ഒരു ഒട്ടകത്തിന് വഹിക്കാൻ കഴിയുന്ന അത്ര അവർക്ക് എന്തും എടുക്കാനുള്ള ഒരു അനുമതിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. ന്യായമായിട്ടുള്ള ഒരു അവകാശം അവർക്ക് നൽകുകയാണ്. അങ്ങനെ അതോടെ ബനൂ നദീറുകാർ അവർ കഴിയുന്നത്ര അവർ ഒട്ടകപ്പുറത്ത് അവർ പാക്ക് ചെയ്യാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ ചില ആളുകൾ അവർ വീടിൻ്റെ വാതിലും ജനവാതിലെല്ലാം പൊളിച്ച് ഒട്ടകപ്പുറത്ത് കയറ്റി വെച്ചു. കാരണം പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, വാതിൽ എന്നുള്ളത് ആ കാലഘട്ടത്തിൽ വളരെ വിലപിടിപ്പുള്ളതാണ്. അവർ ആ കൊത്തുപണിയോ ക്രാഫ്റ്റ് ചെയ്ത് അവർ കൈകൊണ്ട് നിർമ്മിക്കുന്ന മനോഹരമായിട്ടുള്ള വാതിലുകളാണ്. അപ്പോൾ ആ വാതിലുകൾ പോലും അവർ ഒട്ടകപ്പുറത്ത് വെച്ചു എന്നുള്ളതാണ്. പല ആളുകളും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ വീട് അവർ തീ വെച്ച് അല്ലെങ്കിൽ അവർ നശിപ്പിച്ചതിന് ശേഷമാണ്. കാരണം മുസ്ലിങ്ങൾക്ക് അത് ലഭിക്കരുതെന്നുള്ളത് കൊണ്ട് തന്നെ സ്വന്തം കൈകൊണ്ട് അവരുടെ വീടുകൾ നശിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പരാമർശിക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ വരും. ആ രൂപത്തിൽ അവർ കഴിയുന്നത്ര ഒട്ടകപ്പുറത്ത് അവർ കയറ്റി ഒന്നടങ്കം ആ ബനൂ നദീറുകാർ മദീനയിൽ നിന്ന് യാത്ര ആവാണ്. ആ ഒരു കാഴ്ചയെ സംബന്ധിച്ച് സീറ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ആ തിരക്ക് പിടിച്ച മദീനൻ തെരുവുകളിൽ ആളുകളെല്ലാം അത്ഭുതത്തോടു കൂടി ആ കാഴ്ച നോക്കിയിരുന്നു എന്നുള്ള. കാരണം ഒട്ടകപ്പുറത്ത് അവരതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായിട്ടുള്ള നിരവധി കാർപ്പറ്റുകളും അതേപോലെ തന്നെ മരതകവും മാണിക്യവും എല്ലാം വിരിച്ച നിരവധി പരവതാനികളും അതേപോലെ തന്നെ അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആർഭാട വസ്തുക്കളെല്ലാം ചുമന്നുകൊണ്ടാണ് ഒട്ടകത്തിന് നടക്കാൻ കഴിയാത്ത വിധം ആ രൂപത്തിൽ മുഴുവൻ പാക്ക് ചെയ്തുകൊണ്ട് ആ സംഘം ഒന്നടങ്കം മദീനയിൽ നിന്നും അവർ യാത്രയാവുകയാണ്. 600ഓളം ഒട്ടകപ്പുറത്ത് നിറയെ സാധനങ്ങളായിട്ട് ആ ബനൂ നദീർ ഗോത്രം അവർ മദീനയിൽ നിന്നും അവർ പുറപ്പെടുകയാണ്. അവർ പോയത് 2 സ്ഥലങ്ങളിലേക്കായിട്ടാണ് അവർ പോയതെന്ന് സീറ ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. വലിയൊരു വിഭാഗം ആ ഖൈബർ ഭാഗത്തേക്കാണ് പോയത്. അവർ പിന്നീട് ഖൈബറിൽ സെറ്റിലാവുകയാണ്. ആ ഖൈബറിലുള്ള ആളുകൾ അവരെ വൻ സ്വീകരണമെല്ലാം നടക്കി അവരെ സ്വീകരിച്ചു. കാരണം ഈ ബനൂ നദീറുകാർ അവർ വലിയ പണക്കാരാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഹുയൈ ഇബ്നു അഖ്തബ് എല്ലാം ആ ജൂതന്മാരുടെ പ്രധാനപ്പെട്ട ലീഡറാണ്. അപ്പോൾ അവർക്ക് വലിയ സ്വീകരണം നൽകി വലിയൊരു വിഭാഗം ആളുകൾ ഖൈബറിൽ പോയി അവർ സെറ്റിലാകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഖൈബർ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ വീണ്ടും നമ്മൾ അവരെ കാണുന്നുണ്ട്. അതോടൊപ്പം മറ്റു ചില വിഭാഗം ആളുകൾ അവർ സിറിയയിലേക്കാണ് പോയത്. അങ്ങനെ 2 ഭാഗങ്ങളിലേക്കായിട്ട് ബനൂ നദീറുകാർ മുഴുവൻ യാത്രയാവാണ്. അതോടൊപ്പം പരാമർശിക്കേണ്ട ഒരു കാര്യം, ആ ബനൂ നദീറിൽപ്പെട്ട 2 ആളുകൾ അവർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കാരണം തുടക്കം മുതലേ അവർക്കിടയിൽ പല കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അവരുടെ നടപടികൾക്കെതിരെ ചില ആളുകൾ ആ ഗോത്രത്തിലുണ്ടായിരുന്നു. അതെല്ലാം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പം അതിൽ ആ ഗോത്രത്തിൽപ്പെട്ട 2 ആളുകൾ യാമീൻ ഇബ്നു അംറും അതേപോലെ തന്നെ അബൂ സഅദ് ഇബ്നു വഹബ്, ഈ 2 ആളുകളുടെ പേര് സീറ ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അവർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് അവിടെ മദീനയിൽ തന്നെ ജീവിക്കാനുള്ള അനുമതിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ശക്തമായിട്ടുള്ള നടപടി അവർക്കെതിരെ സ്വീകരിച്ചത് അവരുടെ ആ മതമോ ജാതിയോ നോക്കിയായിരുന്നില്ല. പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. കാരണം പല സമയത്തും ഈ ജൂതന്മാർക്കെതിരെ സ്വീകരിച്ച നടപടികൾ വെച്ച് ആൻറ്റി സെമിറ്റിസം എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വിമർശകർ ഉന്നയിക്കാറുണ്ട്. അത് നമ്മൾ നേരത്തെ ബനൂ ഖൈനുഖാൻ്റെ വിഷയത്തിൽ ആ ജൂതന്മാർ ഏത് രൂപത്തിലായിരുന്നു മുസ്ലിങ്ങൾ പരിഗണിച്ചതെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് ആ ഭാഗത്ത് ഞാൻ വിവരിച്ചിട്ടുണ്ട്. അപ്പം അത് അവർ ജൂതരായതുകൊണ്ടായിരുന്നില്ല അവർക്കെതിരെ നടപടി സ്വീകരിച്ചത്, മറിച്ച് അവരുടെ പ്രവൃത്തി കാരണം തന്നെയാണ്.
നിരന്തരം അവർ ഈ രൂപത്തിൽ കരാറിനെതിരായിട്ട് പ്രവർത്തിച്ചത് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. അതല്ലാതെ മതം ഒരു പ്രശ്നമേ ആയിരുന്നില്ല, പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ രൂപത്തിൽ അവർ എല്ലാം ഉപേക്ഷിച്ച് ഈ ബനൂ നദീർ ഗോത്രക്കാരെല്ലാം അവിടെ നിന്ന് യാത്രയാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ബനൂ നദീർകാർ ഉപേക്ഷിച്ച് പോയ അവരുടെ പ്രദേശങ്ങൾ, ആയുധങ്ങൾ, കൃഷി അതെല്ലാം മുസ്ലിങ്ങൾക്ക് ലഭിക്കുകയാണ്. പക്ഷേ ഈ ഒരു യുദ്ധവും കൂടാതെയാണ് അതെല്ലാം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ യുദ്ധം വഴി ലഭിക്കുന്ന സമ്പത്തുകൾക്ക് ഗനീമത്ത് അല്ലെങ്കിൽ അൻഫാൽ എന്നാണ് പറയുക. ബദറുമായിട്ട് ബന്ധപ്പെട്ട് സൂറത്തുൽ അൻഫാൽ എന്നുള്ള പേരിലൊരു ചാപ്റ്റർ തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ ഇവിടെ യാതൊരു യുദ്ധവും കൂടാതെയാണ് ഇത്രയും സമ്പത്ത് മുസ്ലിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് ഇസ്ലാമിക് ശരീഅത്തിൽ അതിന് ഫൈ എന്നാണ് പറയുക. അത് മറ്റൊരു കാറ്റഗറിയാണ്. ഇപ്പോൾ ഫിഖീ ഗ്രന്ഥങ്ങളിലെല്ലാം അഹ്കാമുൽ ഫൈ എന്നുള്ളത് മറ്റൊരു ചാപ്റ്ററായിട്ട് തന്നെ കാണാൻ സാധിക്കും. അത് വിഭജിക്കാനുള്ള അധികാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ലഭിച്ച ആ വലിയൊരു സമ്പത്ത് പ്രധാനമായിട്ടും ദരിദ്രരായിട്ടുള്ള മുഹാജിറുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീതം വെച്ച് നൽകുകയാണ്. കാരണം അവർ കയ്യിലുണ്ടായിരുന്നതെല്ലാം, അവരുടെ വീടും നാടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ ഉപേക്ഷിച്ച ആളുകളാണ്. അപ്പോൾ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നും വലിയൊരു പോർഷൻ മുഹാജിറുകളായിട്ടുള്ള ദരിദ്രർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഹിജ്റ ചെയ്ത് വന്നതിന് ശേഷം അവർ ഈ ഒരു സമയത്തും അവർ അൻസാറുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ പൂർണ്ണമായിട്ടും അവർക്ക് സ്വന്തമായിട്ട് നൽകി അവരെ സ്വയം പര്യാപ്ത സെൽഫ് സഫിഷ്യൻ്റ് ആക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റുകയാണ്. മുഹാജിറുകൾക്ക് വലിയൊരു ഷെയർ നൽകുന്നു. അതോടൊപ്പം തന്നെ അൻസാറുകളിൽപ്പെട്ട ചില ദരിദ്രരായിട്ടുള്ള, പ്രത്യേകമായിട്ട് ഈ സീറ ഗ്രന്ഥങ്ങളിൽ പേരെടുത്ത് പറയുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഓർക്കുന്നുണ്ടാകും, ഉഹുദിൻ്റെ രണാങ്കണത്തിൽ ആ ചുവപ്പ് തലയെക്കെട്ടെല്ലാം കെട്ടി റസൂലുള്ളാഹി വാള് നൽകിയ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനും അതേപോലെ തന്നെ സഹ്ൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിനും റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് അതിൽ നിന്നും വലിയൊരു ഷെയർ റസൂലുള്ളാഹി നൽകി എന്നുള്ളതാണ്. അതും സൂറത്തുൽ അൻഫാലിൻ്റെ 6, 7 വചനങ്ങളിൽ അതിൻ്റെ ആ ഫൈവായിട്ട് ബന്ധപ്പെട്ട വിവരണമുണ്ട്. ആ സമയത്ത് നമ്മൾ കൂടുതൽ അതിനെ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ, അതായത് ആ ദാരിദ്ര്യത്തിലുള്ള ആ സമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ. അപ്പോൾ ഇതാണ് ആ ബനൂ നദീറുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവത്തിൻ്റെ വിവരണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബനൂ നദീറുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുഴുനീള അധ്യായം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 59-ാമത്തെ അധ്യായം സൂറത്തുൽ ഹശ്ർ, ആ സൂറത്തുൽ ഹശ്ർ ബനൂ നദീറുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിച്ചതാണ്. നേരത്തെ ആ സൂറത്തുൽ അൻഫാൽ ബദറുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയതുപോലെ തന്നെയാണ് ഈ ബനൂ നദീറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു അധ്യായം മുഴുവനായിട്ട് നൽകിയത്. അതുകൊണ്ട് അത് മാത്രമല്ല, ചില ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഈ ഒരു സൂറത്തിനെ അവർ സൂറത്തുൽ ഹശ്ർ എന്നേ വിളിച്ചിട്ടില്ല, അവർ സൂറത്ത് ബനൂ നദീർ എന്നാണ് ആ സൂറത്തിനെ വിളിച്ചത് പോലും. അത്രയേറെ ആ ഒരു സംഭവമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം പറയുകയാണ്. അതായത് യഥാർത്ഥത്തിൽ ഈ ഒരു സൂറത്തായിട്ട് വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നില്ല. ആ സൂറത്തിൻ്റെ അവസാന ഭാഗം അല്ലാതെ കൂടുതൽ അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയം പഠിക്കാൻ വേണ്ടി, അതായത് ഈ ഒരു ബനൂ നദീറിൻ്റെ ചരിത്രം നോക്കിയതിന് ശേഷം ഈ ഒരു സൂറത്ത് ആഴത്തിൽ പഠിച്ച സമയത്ത് സുബ്ഹാനല്ലാഹ് അത് ഫേവറേറ്റ് സൂറത്തുകളൊന്നായിട്ട് മാറുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതെല്ലാം കാണിച്ചു തരുന്നത് പരിശുദ്ധ ഖുർആൻ്റെ പഠനത്തിൽ ആ സീറക്കുള്ള പ്രാധാന്യമാണ്. പല സമയത്തും നമ്മൾ മാക്സിമം ഖുർആനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സീറ മുന്നോട്ട് പോകുന്നത്. കാരണം പരിശുദ്ധ ഖുർആൻ്റെ ആദ്യത്തെ തഫ്സീർ എന്നുള്ളത് റസൂലുള്ളാഹിൻ്റെ ജീവിതമാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ജീവിതം എത്ര പഠിക്കുന്നു അത്രയും ആഴത്തിൽ പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൂറത്തുൽ ഹശ്ർ 24 ആയത്തുകളാണ് ആ സൂറത്തിലുള്ളത്. നമ്മളതൊന്ന് ഓടിച്ചു പോവാണ്. ആ സംഭവങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഓരോ ആയത്തും നിങ്ങൾ ഓരോ ആ സന്ദർഭങ്ങളെല്ലാം നിങ്ങളുടെ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ കഴിയെങ്കിൽ ഈ ശ്രോതാക്കളായിട്ടുള്ള ആളുകളോടുള്ള ഒരു അപേക്ഷ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുക്കുക, പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് ഇനിയുള്ള വിവരണങ്ങളെല്ലാം ആ ഖുർആൻ തുറന്നു വെച്ച് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ കേട്ട ചരിത്രം മനസ്സിൽ വെച്ച് ഇത് ശ്രവിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ആ സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ സൂറത്തുൽ ഹശ്റിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന പരിശോധിക്കുന്ന സമയത്ത് അതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അതിനെ 4 സെക്ഷനായിട്ട് 4 പാരഗ്രാഫായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ആ സൂറത്തിനെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളുകൾ ഇത് കുറിച്ച് വെക്കുക. ആ 4 സെക്ഷൻ, ഒന്നാമത്തെ സെക്ഷൻ എന്നുള്ളത് 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ നദീറുമായിട്ട് ബന്ധപ്പെട്ട് അവരെ നാട് കടത്തിയ ആ സംഭവമാണ് 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ. അതാണ് ഒന്നാമത്തെ സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടന്നു വരുന്ന സമയത്ത് 6 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത് അവർ പോയതിന് ശേഷം അവരുപേക്ഷിച്ച ആ സമ്പത്ത്, ആ ഫൈ, നേരത്തെ ഞാൻ പറഞ്ഞു, ആ ഫൈവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അവകാശികൾ, അതിൻ്റെ വിതരണം, അതാണ് ആ ഒരു രണ്ടാമത്തെ സെക്ഷനിൽ കടന്നു വരുന്നത്. ഇനി മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് 11 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത് ആ മുനാഫിക്കുകളും ജൂതന്മാരുമായിട്ട് നടത്തിയ ഇടപാടുകൾ, അവർ ആ യുദ്ധത്തോട് അവർ സ്വീകരിച്ച സമീപനം,
അതേപോലെ തന്നെ ഉദാഹരണ സഹിതം അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ സെക്ഷൻ 11 മുതൽ 17 വരെയുള്ള ആയത്തുകൾ. ഇനി അവസാനത്തെ സെക്ഷൻ 18 മുതൽ 24 വരെയുള്ള നാലാമത്തെ സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടും അതേപോലെ തന്നെ നിഷേധികളായിട്ടുള്ള ഈ രണ്ട് കൂട്ടരോടും അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹാസബത്തുൻ നഫ്സ്, അതായത് സ്വയം വിചാരണ ചെയ്യാനും അതേപോലെ തന്നെ ആ സ്വയം വിചാരണയ്ക്ക് ഏറ്റവും വലിയ താക്കീതായിട്ടുള്ള പരിശുദ്ധ ഖുർആന്റെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തന്നെയും ആ സിഫത്തുകളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ 4 സെക്ഷൻ 4 പാരഗ്രാഫുകളാണ് ആ ഒരു സൂറത്തിൽ കടന്നു വരുന്നത്. ഇനി നമ്മൾ ആ സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഹുവൽ അസീസുൽ ഹക്കീം. അള്ളാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് കൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. അപ്പോൾ തസ്ബീഹ് കൊണ്ട് ആരംഭിക്കുന്ന, സബ്ബഹ കൊണ്ട് ആരംഭിക്കുന്ന, ആ തസ്ബീഹ് കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾ മുസബ്ബിഹാത്ത് സൂറത്തുകൾ എന്നാണ് അറിയപ്പെടുക. ആ ഒരു ഗണത്തിലാണ് ഈ ഒരു സൂറത്ത് കടന്നു വരുന്നത്. അപ്പോൾ ആകാശഭൂമികളിലുള്ളതെല്ലാം സർവ്വതും അള്ളാഹിനെ പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത്. ഓരോ ആയത്തും വളരെ വിശദീകരിക്കേണ്ട. ഈ സൂറത്തിൻ്റെ തഫ്സീർ മണിക്കൂറുകളോളം നമ്മൾ സംസാരിക്കേണ്ടതാണ്. നമ്മുടെ വിഷയം അതല്ല. നമ്മൾ ഈ ബനൂ നദീറുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വിശദീകരിച്ച് പോവാണ്. രണ്ടാമത്തെ ആയത്തിൽ ഹുവല്ലദീ അഖ്റജല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലി അവ്വലിൽ ഹശ്ർ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വേദക്കാരിൽപ്പെട്ട ആ വിശ്വാസികൾ, അതായത് ജൂതന്മാരെ സംബന്ധിച്ചാണ് പറയുന്നത്, അവരുടെ വീടുകളിൽ നിന്നും, ദാർ എന്നുള്ളതിൻ്റെ ബഹുവചനാണ് ദിയാർ. മറ്റൊരു കാര്യം, മദീനയുടെ മറ്റൊരു പേര് ആ ദാറുൽ ഹിജ്റ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് അവരുടെ വീടുകളിൽ നിന്നും ഒന്നാമത്തെ തുരത്തി ഓടിക്കൽ അവ്വലിൽ ഹശ്ർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ അത് കൂടാതെ വേറെ ഉണ്ടെന്ന് വളരെ വ്യക്തമാണ്. അത് വേറെ ഉണ്ട്. നമുക്കറിയാം, വരാനിരിക്കുന്ന ബനൂ ഖുറൈള വരാനിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഖൈബറുമായിട്ട് ബന്ധപ്പെട്ടും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെല്ലാം ജൂതന്മാരായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം യഥാർത്ഥത്തിൽ വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രവചനം കൂടെയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയാണ്, മാ വനൻതും അൻ യഖ്റുജു, അവർ ഇതെല്ലാം ഇട്ടേച്ച് ഇത്ര പെട്ടെന്ന് പോകുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞു, അതായത് ജൂതന്മാർ അവർ തെറ്റില്ലാത്ത അംഗസംഖ്യ, അവർക്ക് ആ അംഗബലം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു, ആയുധബലം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പൊരുതുമെന്ന് മുസ്ലിങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ മുസ്ലിങ്ങളെ ഞെട്ടിക്കുന്ന രൂപത്തിൽ അവരെല്ലാം ഉപേക്ഷിച്ച് ഭീരുക്കളായിട്ട് അവർ കടന്നു പോവാണ് ഉണ്ടായത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വളന്നു അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അവരുടെ ആ കോട്ടകൾ അവരെ പ്രതിരോധിക്കുമെന്ന് അവർ കരുതിയിരുന്നു. ആ ഞാൻ നേരത്തെ പറഞ്ഞ ശക്തമായിട്ടുള്ള കോട്ടകൾ അവർക്കുണ്ടായിരുന്നു. ആ കോട്ടകൾ അതിനെ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ഭേദിക്കാൻ സാധിക്കില്ല. ആ കോട്ടകൾ തങ്ങളെ സംരക്ഷിക്കുമെന്ന് അവർ വ്യാമോഹിച്ചിരുന്നു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു. അവർ കരുതാത്തൊരു വഴിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് പ്രവേശിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആ ഹൃദയങ്ങളെ, ആ മുഖല്ലിബൽ ഖുലൂബ്, ആ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ആൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണെന്നത് പിന്നീട് പറയുന്നുണ്ട്. വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിലേക്ക് ആ ഭയം നിക്ഷേപിച്ചു. ഇതെല്ലാം നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. അവർ ഇത്രയേറെ ശക്തിയെല്ലാം ഉണ്ടായിട്ടും അവർ ആ ഭയം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയം നിക്ഷേപിച്ചതോടുകൂടെ അവർ എല്ലാം ഇട്ടറിഞ്ഞ് മുസ്ലിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും യുഖ്രിബൂന ബുയൂതഹും ബി ഐദീഹിം വ ഐദിൽ മുഅ്മിനീൻ. അവർ സ്വന്തം വീടുകൾ സ്വന്തം കൈകൊണ്ട് അവർ തകർത്തു. അത് നമ്മൾ അവസാനം പറഞ്ഞു. അവർ പോകുന്ന സമയത്ത് അവർക്ക് ഏറ്റവും നിന്ദ്യതയാണ്. സ്വന്തം വീടുകൾ അവരുടെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ അവർ തകർക്കേണ്ടി വരികയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ അവസാനം ഫഅ്തബിറു യാ ഉലിൽ അബ്സ്വാർ, കണ്ണുള്ള ആളുകളെ നിങ്ങൾ അതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളുക. ആ ഗുണപാഠം യഥാർത്ഥത്തിൽ അത് മൊത്തത്തിലാണ് പറയുന്നത്. പക്ഷേ പ്രത്യേകിച്ച് അവിടെ നിലനിൽക്കുന്ന, ഇനി ബാക്കി വരുന്ന ഒരു ഗോത്രം കൂടെ അവിടെയുണ്ട്, ബനൂ ഖുറൈള. അവർക്കുള്ള ഒരു താക്കീത് കൂടെയാണ്. ഈ രൂപത്തിലെല്ലാം പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ പരിണിത ഫലം എന്നുള്ളൊരു വാണിംഗ് കൂടെയാണ്. ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇനി ശേഷം മൂന്നാമത്തെ ആയത്തിൽ ലൗല അൻ കതബല്ലാഹു അലൈഹിമുൽ ജലാഅ ലഅദ്ദബഹും ഫിദ്ദുനിയ വലഹും ഫിൽ ആഖിറതി അദാബുൻ നാർ. അവരുടെ മീതെ അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ ജലാ എന്ന് വെച്ചാൽ നാട് വിട്ടു പോവുക, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തെ വെച്ച് തന്നെ കഠിനമായിട്ടുള്ള ശിക്ഷ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കാണിച്ച കാരുണ്യമാണ് ഇവിടെ പറയുന്നത്. അതിലപ്പുറം നൽകായിരുന്നു, പക്ഷേ അതിൽ മാത്രം ഒതുക്കി എന്നുള്ള, ആ നാട് വിട്ടു പോകൽ മാത്രമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിമിതിപ്പെടുത്തി എന്നുള്ള. അതിനുശേഷം ഇതെല്ലാം അനുഭവിക്കാനുള്ള കാരണം അതാണ് നാലാമത്തെ ആയത്തിൽ, ദാലിക ബി അന്നഹും ഷാഖുല്ലാഹ വ റസൂലഹു വമൻ യുശാഖില്ലാഹ ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അള്ളാഹിനോടും റസൂലിനോടും മത്സരിച്ചതിൻ്റെ ഫലമാണ് ഈ രൂപത്തിലുള്ള നിന്ദ്യതയെല്ലാം നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്.
മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമുഹ ഖായിമത്തൻ അലാ ഉസൂലിഹ ഫബി ഇദ്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വല്ല മരവും, ഷജറ എന്നല്ല ലീനത്തിൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ജ്യൂസി ആയിട്ടുള്ള ഈത്തപ്പഴം. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെ റസൂലുള്ളാഹിന്റെ സ്വഭാവ സവിശേഷതകൾ വിവരിച്ച സമയത്തും സമാനമായിട്ടുള്ള പദം ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന ആ മരം അത് നിങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുറിച്ചിട്ടില്ലായിരുന്നു, അതെല്ലാം നിങ്ങൾ ചെയ്തത് ഫബി ഇതിനില്ല, അള്ളാഹിൻ്റെ പെർമിഷനോട് കൂടെ തന്നെയാണ്. ഞാൻ പറഞ്ഞു, അത് വെച്ച് പല ആളുകളും അവർ ആക്ഷേപിച്ചു, ആ രൂപത്തിലുള്ള ഫിത്തനകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് അള്ളാഹ് അതിന് അനുമതി നൽകിയിട്ടുണ്ട്, അത് പ്രകാരം തന്നെയാണ് ഇത് ചെയ്തത്. ഈ ഒരു ആയത്തിന്റെ വിവരണത്തിലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. നേരത്തെ പറയാൻ വിട്ടതാണ്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ ബനൂ നദീർ തോട്ടത്തിൽ യുദ്ധക്കളത്തിൽ മുസ്ലിങ്ങൾ നിലകൊണ്ട സ്ഥലത്തുള്ള ആ മരങ്ങൾ, അതായത് ആ യുദ്ധം ചെയ്യാൻ അവർക്ക് തടസ്സം സൃഷ്ടിച്ച ആ മരങ്ങൾ മാത്രമേ ഞങ്ങൾ മുറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളതൊന്നും അവർ സ്പർശിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതെല്ലാം അള്ളാഹിൻ്റെ അനുമതിയോടുകൂടെയാണ് അവർ ചെയ്തത്. അതാണ് 5-ാമത്തെ ആയത്ത്. അതാണ് ഒന്നാമത്തെ സെക്ഷൻ. ഇനി നമ്മൾ അടുത്തത് ആ 6 മുതൽ 10 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൈആയിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ്. 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൈഇനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈലിൻ വലാ റികാബിൻ. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആ കുതിരയോ അല്ലെങ്കിൽ ഒട്ടകത്തെയോ ഒന്നും നിങ്ങൾ ഓടിച്ചിട്ടില്ല. അതായത് യുദ്ധം ചെയ്യാതെ അവർക്ക് ലഭിച്ച സമ്പത്താണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അധികാരപ്പെടുത്തി അല്ലെങ്കിൽ അധീനപ്പെടുത്തി കൊടുത്താണെന്നല്ല അള്ളാഹിൻ്റെ അനുഗ്രഹം 6-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം ആ ഫൈഇൻ്റെ അവകാശികളാണ് അടുത്ത 7-ാമത്തെ ആയത്ത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഞാൻ ഓടിച്ചു പോവാണ്. 7-ാമത്തെ ആയത്തിൽ ഫൈഇൻ്റെ അവകാശികളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 5 വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ എണ്ണുന്നുണ്ട്. ഒന്ന് റസൂൽ, അതേപോലെ തന്നെ വലിദിൽ ഖുർബ, റസൂലിൻ്റെ കുടുംബം, അഹ്ലു ബൈത്താണ്, അവർക്കും അതിലൊരു ഷെയറുണ്ട്. കാരണം അവർക്ക് സക്കാത്തില്ലാത്തതാണ്. റസൂലുള്ളാഹിൻ്റെ കുടുംബം, അതേപോലെ തന്നെ യതീമും മിസ്കീനും ഒബ്നു സബീൽ, 5 കാറ്റഗറി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ എണ്ണുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഫൈഉം ഗനീമത്തും 2-2ആണ്. അപ്പോൾ യുദ്ധത്തിൽ പോരാടി ഗനീമത്ത് ലഭിക്കുന്ന സമയത്ത് അതിൻ്റെ 5-ൽ 4 ഭാഗവും ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കാണ് ലഭിക്കുക. അതിൽ ബാക്കി വരുന്ന ഒരു ഭാഗം മാത്രമാണ് ഈ ആയത്തിൽ പറയുന്ന 5 കാറ്റഗറിയിലേക്ക് പോവുക. അതേസമയം ആ ഫൈഇ ഈ 5 കൂട്ടർക്ക് മാത്രമുള്ളതാണ്. അതാണത് തമ്മിലുള്ള വ്യത്യാസം. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അത് വിതരണം ചെയ്യാന്നുള്ളത്. അത് എന്ന് കരുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് ഉപയോഗിച്ചിട്ടില്ല. നമുക്കറിയാം, റസൂലുള്ളാഹിൻ്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ മാസങ്ങളോളം അടുപ്പ് പുകയാത്ത, അതായത് റസൂലുള്ളാഹി വഫാത്താകുന്ന സമയത്ത് പോലും സ്വന്തം പടച്ചട്ട പോലും പണയത്തിലായിരുന്നു. ആ രൂപത്തിലാണ് റസൂലുള്ളാഹി ലോകത്തോട് വിട പറഞ്ഞത്. അപ്പോൾ ഈ രൂപത്തിലാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി തന്നെയാണ് ആ സമ്പത്തെല്ലാം ഉപയോഗിച്ചത്. ഇവിടെ ശ്രദ്ധേയമായിട്ട് അടിവരയിടേണ്ട ആയത്തിലൊരു പരാമർശം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിനിടയിൽ കൈലാ യകൂന ദൂലത്തൻ ബൈനൽ അഗ്നിയാ മിൻകും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ സമ്പത്ത് നിങ്ങൾക്കിടയിലുള്ള ധനികന്മാർക്കിടയിൽ മാത്രം അത് കറങ്ങാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നത്. സുബ്ഹാനല്ലാഹ്, മനോഹരമായിട്ടുള്ള ഇസ്ലാമിക ആ സാമ്പത്തിക വ്യവസ്ഥ, ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ ആ ബേസ്, അടിസ്ഥാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിൽ പറയുന്നത്. സമ്പത്ത് എന്നുള്ളത് അത് ധനികരായിട്ടുള്ള ആളുകളിൽ മാത്രം അത് കുമിഞ്ഞുകൂടേണ്ടതല്ല, മറിച്ച് അത് മേലെ നിന്നും ഫിൽട്ടർ ചെയ്ത് താഴേക്ക് അത് ഒഴുകി വരേണ്ടതുണ്ട്. അപ്പം അതിനു വേണ്ടി തന്നെയാണ് ആ സാമ്പത്തിക രംഗത്തുള്ള നിർദ്ദേശങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. ആ സക്കാത്ത് നിർബന്ധമാക്കിയതും സ്വതക്കയെ പ്രോത്സാഹിപ്പിച്ചതും അതേസമയത്ത് മറുവശത്ത് പലിശയെ ശക്തമായിട്ടുള്ള ഭാഷയിൽ വിലക്കിയതും സാമ്പത്തിക രംഗത്തുള്ള നിരവധി ക്രമക്കേടുകൾ, പൂഴ്ത്തിവെപ്പ്, അതേപോലെ തന്നെ കള്ളപ്പണം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കാനുള്ള കാരണം ആ ഒരു സമ്പത്തിൻ്റെ ഫ്ലോ ആ സൊസൈറ്റിയിൽ അത് കൃത്യമായിട്ടത് നടക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതേസമയത്ത് ദൗർഭാഗ്യവശാൽ നിരവധി ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ അവരുടെ സമ്പദ് വ്യവസ്ഥ പ്രകാരം പലിശയിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ സാമ്പത്തിക വ്യവസ്ഥയിൽ ധനികർ വീണ്ടും അവർ ധനികരായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ദരിദ്രർ അവർ ദാരിദ്ര്യത്തിലേക്ക് വീണ്ടും കൂപ്പുകുത്തുകയാണ്. കണക്കുകൾ കാണിക്കുന്നത് ലോകത്തുള്ള മൊത്തം സമ്പത്തിൻ്റെ 99% ലോകത്തുള്ള 1% ധനികരുടെ കയ്യിലാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു ഫ്ലോ അവിടെ നടക്കുന്നില്ല. മനോഹരമായിട്ടുള്ളൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബനൂ നദീറുമായിട്ട് ബന്ധപ്പെട്ട ആ ഫൈആയിട്ട് ബന്ധപ്പെട്ട പരാമർശത്തിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പോവാണ്. ഈ ഒരു ആയത്തിൻ്റെ ആ ഒരു ചെറിയ ഭാഗം അത് വോള്യങ്ങൾ രചിക്കാൻ മാത്രം ആശയമുള്ള വലിയൊരു പ്രിൻസിപ്പിളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ നൽകുന്നത്. അതിനുശേഷം
ആയത്തിൻ്റെ അവസാനം വമാ ആതാക്കുമുർ റസൂലു ഫഖുദു വമാ നഹാക്കും അൻഹു ഫൻതഹു. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിൻ്റെ ആ പ്രാധാന്യം അതും ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് ഇവിടെ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഏതൊരു വിഷയത്തിലും, അത് സമ്പത്തിൻ്റെ വിഷയത്തിലാകട്ടെ മതപരമായിട്ട് ഏതൊരു വിഷയത്തിലും റസൂലുള്ളാഹിനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും എളുപ്പമായിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇത്വാഅത്തിൻ്റെ, റസൂലിനെ അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതേ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ ശിക്ഷയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതാണ് 7ാമത്തെ ആയത്ത്. ഇനി 8ാമത്തെ ആയത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ ആ ഫൈഇൻ്റെ അവകാശികൾ, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം ഉപേക്ഷിച്ച് വന്ന മുഹാജിറുകളായിട്ടുള്ള ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ സ്വത്തും അതേപോലെ തന്നെ വീടെല്ലാം ഉപേക്ഷിച്ച് വന്ന ഫക്കീറുകളായിട്ടുള്ള മുഹാജിറുകൾ. അവർ ഫക്കീറായത്, അവർക്കെല്ലാം ഉണ്ടായിരുന്നു, അവർക്ക് വീടും സമ്പത്തെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം അവരിട്ടെറിഞ്ഞ് ഫഫിറു ഇലല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഓടിയ ആളുകളാണ്. അല്ലാഹുവിൻ്റെ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വരിദ്വാന, അള്ളാഹിൻ്റെ പ്രീതിയും തൃപ്തിയെല്ലാം ഉദ്ദേശിച്ച് അവർ സ്വത്തും സമ്പത്തെല്ലാം അവർ ഉപേക്ഷിച്ച് ഓടിയ ആളുകളാണ്. അതെല്ലാം ഉപേക്ഷിച്ച സമയത്ത് നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നൽകുന്ന ഒരു വാഗ്ദാനം, മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ അള്ളാഹ്ക്ക് ആരെങ്കിലും കടം നൽകുകയാണെങ്കിൽ അത് ഇരട്ടിയായിട്ട് തിരിച്ചു നൽകുക എന്നുള്ളതാണ്. അവർ നടത്തിയ ആ ത്യാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്മരിക്കുന്നു, അവരെ പ്രകീർത്തിക്കുന്നു. അതോടൊപ്പം അവർ അത് ഉപേക്ഷിച്ചതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയത്ത് അവർക്ക് തിരിച്ചു നൽകുകയാണ്. അതാണ് 8ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മുഹാജിറുകൾക്ക് നൽകുന്ന പ്രശംസയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഹാജിറുകൾക്ക് ഈ രൂപത്തിലുള്ള പ്രശംസയെല്ലാം ലഭിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അൻസാറുകൾ അവർ ചിന്തിക്കും, ഞങ്ങൾക്കൊന്നുമില്ലേ, ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടല്ലോ. അടുത്ത ആയത്തിൽ തന്നെ 9ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാറുകൾക്ക് നൽകുന്ന പ്രശംസയാണ്. വല്ലദീന തബവ്വഉ ഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ എല്ലാം ത്യജിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഓടിയെത്തിയ മുഹാജിറുകളായിട്ടുള്ള ആളുകളെ എല്ലാം നൽകി സ്വീകരിച്ച ആളുകൾ, അതാണ് മദീനയിലുള്ള അൻസാറുകൾ. അവരെല്ലാം അവരുടെ കയ്യിലുള്ളതെല്ലാം അവർ യാതൊരു പ്രയാസവും കൂടാതെ അവർ നൽകാൻ സന്നദ്ധമായി. അപ്പോൾ സ്വാഭാവികമായിട്ട് നൽകിയതിന് ശേഷം ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത്തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തെ സ്കാൻ ചെയ്തുകൊണ്ട് വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, അവർ നൽകിയതിൽ അവർക്ക് യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് 2 രൂപത്തിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഒരു സമയത്ത് ആ അത് മുഹാജിറുകളായിട്ടുള്ള ആളുകൾക്ക് നൽകിയ സമയത്തും അത് യാതൊരു പ്രയാസമില്ല. കാരണം അതിനേക്കാൾ ഉപരി അവരുടെ സ്വന്തമുള്ളത് തന്നെ അവർ എടുത്തു കൊടുക്കാൻ അവർ കാണിച്ച വലിയ മനസ്സ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സമകാലിക ലോകത്ത് ഇപ്പോൾ എമിഗ്രൻസ്, അഭയാർത്ഥികളായിട്ട് ബന്ധപ്പെട്ടെല്ലാം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഓരോ നാട്ടിലേക്ക് അവർ പോകുന്ന സമയത്ത് അവരോട് സ്വീകരിക്കുന്ന സമീപനങ്ങളെല്ലാം ഒരു നാട്ടിൽ, ഇപ്പോൾ അഭയാർത്ഥികളേറിയ നാട്ടിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി എല്ലാം വരുന്ന സമയത്ത് ആദ്യം കുറ്റപ്പെടുത്തുക അങ്ങോട്ടെത്തിയ അഭയാർത്ഥികളായിരിക്കും. എമിഗ്രൻസ് കൂടിയതാണ് നമ്മുടെ പ്രതിസന്ധിക്ക് കാരണം, അല്ലെങ്കിൽ അവർ നമ്മുടേതെല്ലാം തട്ടിയെടുക്കുകയാണ്, ആ രൂപത്തിലുള്ള ചിന്താഗതികളാണ്. പക്ഷേ ഇവർ എല്ലാം മനസ്സറിഞ്ഞവർ മുഹാജിറുകളായിട്ടുള്ള ആളുകൾക്കെല്ലാം അവർ സ്വന്തം അവർ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം യാതൊരു പ്രയാസം കൂടാതെ അവർ എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പിന്നീട് വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അപ്പോൾ അവർ സ്വന്തത്തേക്കാൾ മറ്റുള്ള ആളുകൾക്ക് മുൻഗണന, പ്രിഫറൻസ് നൽകി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അത് അൻസാറുകളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ എല്ലാം അവർക്കില്ലെങ്കിലും മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ അവർ കാണിച്ച വലിയ മനസ്സ്. ഇപ്പോൾ സമകാലിക ലോകത്ത് എല്ലാം ആ സെൽഫ് സെൻറ്റേർഡായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളെല്ലാം നിലനിൽക്കുന്ന ഈ ലോകത്ത് ഇതേ രൂപത്തിലുള്ള അൻസാറുകളുടെ ഉദാത്തമായിട്ടുള്ള മാതൃക എത്ര വലിയ റോൾ മോഡലാണ്. അപ്പോൾ അത് അവർക്ക് ആ സമ്പത്തിനോട് പ്രിയമില്ലാനിട്ടോ ഇഷ്ടമില്ലാനിട്ടോ വേണ്ടാനിട്ടോ അല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റിയ ആ സമയത്ത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നത് വരെ അത് ബിർറാവില്ല. ആ രൂപത്തിൽ ആയത്തെല്ലാം ഉൾക്കൊണ്ട സമയത്ത് എല്ലാം അവർ നൽകാൻ കാണിച്ച അവരുടെ മനസ്സ്. ഈ ഒരു ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള അബൂ ത്വൽഹൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായിട്ടുള്ള ആ ഒരു ചരിത്രമെല്ലാം, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ട് രാത്രി സമയത്ത് ഒരു അതിഥി വരികയാണ്. അപ്പോൾ വീട്ടിലാകെ കുട്ടികൾക്ക് ഭക്ഷിക്കാനുള്ള ഒരല്പം ഭക്ഷണം മാത്രമാണ് ഉള്ളത്. അവർ എന്ത് ചെയ്യാമെന്നറിയാതെ ഭാര്യയും അദ്ദേഹം ഒരു സൂത്രം ഒപ്പിക്കുകയാണ്. അതിഥിയെ സൽക്കരിച്ചുള്ള ഭക്ഷണം അതിഥിയുടെ മുമ്പിൽ വിളമ്പി വെച്ച് പിന്നീട് അവർ തന്ത്രപരമായിട്ട് ആ ലൈറ്റ് ഓഫാക്കുകയാണ്, ലൈറ്റ് അണക്കുകയാണ്. അബദ്ധത്തിൽ അണച്ചതുപോലെ അവർ ചെയ്യുന്നു. പിന്നീട് അവർ തിന്നുന്നത് പോലെ അഭിനയിക്കുകയാണ്, ശബ്ദമെല്ലാം ഉണ്ടാക്കിയിട്ട് അഭിനയിച്ച് ആ പ്ലേറ്റിലുള്ള മുഴുവൻ ഭക്ഷണവും ആ ഗസ്റ്റിനെ കൊണ്ട് തീറ്റിച്ചു എന്നുള്ളതാണ്. ആ രൂപത്തിൽ, അതായത് സ്വന്തം പട്ടിണി കിടന്നാലും മറ്റുള്ള ആളുകൾ
മറ്റുള്ള ആളുകളുടെ വയറ് നിറയണം എന്നുള്ള ആ വലിയ ചിന്ത, അതാണ് ആ അൻസാറുകൾക്ക് ഉണ്ടായിരുന്നത്. ശേഷം ആയത്തിൻ്റെ അവസാനം മനോഹരാണ്, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണോ അവരുടെ ഹൃദയത്തെ, അവരുടെ നഫ്സിനെ ആ ശുഹിൽ നിന്നും സംരക്ഷിച്ചത്, അവരാണ് യഥാർത്ഥ വിജയികൾ. ആ ശുഹ എന്നുള്ള പദം വളരെ വിശാലാണ്, നിരവധി അർത്ഥങ്ങൾ. ലുബ്ദ്, ലോഭം, അല്ലെങ്കിൽ ഗ്രീഡ്, പിശുക്ക്, സങ്കുചിതം, ഇതേ രൂപത്തിലുള്ള നിരവധി അർത്ഥങ്ങളെല്ലാം ആ ഒരു പദത്തിന് വന്നു ചേരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ ശുഹുൻ നഫ്സാണ്, അതായത് ആ ഹൃദയത്തിൻ്റെ ആ പിശുക്ക് എന്നുള്ളത് വെറും സമ്പത്തുകൊണ്ട് മാത്രമല്ല, ചില ആളുകളുടെ ചിന്താഗതിയിൽ പിശുക്കുണ്ടാകും. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഹൃദയത്തെ സംബന്ധിച്ച് നമ്മുടെ കൈകൾ എന്നുള്ളത് ഹാൻഡ്സ് ആർ എക്സ്റ്റൻഷൻ ഓഫ് ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ എക്സ്റ്റൻഷനാണ് നമ്മുടെ കൈകൾ. ഇപ്പോൾ ഹൃദയം ഇടുങ്ങിയതാണെങ്കിൽ അയാൾ നൽകില്ല, ഒരാൾക്കും അയാൾ നൽകാനുള്ള മനസ്സും ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഏതെങ്കിലും ഒരാൾ വഴി മറ്റൊരാൾക്ക് കിട്ടുന്നതിലും അയാൾക്ക് പ്രയാസമായിരിക്കും. അപ്പം അതേപോലെ തന്നെ വളരെ ഇടുങ്ങിയ സങ്കുചിതമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകൾ, ഞാനും എൻ്റെ ആളുകളും, അതല്ലാതെ മറ്റുള്ള ആളുകൾ, അവരെത്ര നല്ല ആളുകളാണെങ്കിലും അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ ആ മനസ്സ് ഇടുങ്ങിയ മനസ്സിൻ്റെ ആളുകൾ, അത്തരത്തിലുള്ള ആ രൂപത്തിലുള്ള എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും മുക്തമായിട്ടുള്ള ഒരു ഹൃദയം, അത്തരം ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നത്. റസൂലുള്ളാഹി ഹദീസിലും പറയുന്നുണ്ട്, നിങ്ങൾ ആ ശുഹിനെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിക്കാനുണ്ടായ ഒരു കാരണം ആ ശുഹാണ്. അത് സമൂഹത്തിൽ രക്തം ചിന്താനും ഹറാമായിട്ടുള്ളതിനെ ഹലാലാക്കാനെല്ലാം ആ ശുഹ് കാരണമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ ആദ്യത്തിൽ അൻസാറുകളെ സംബന്ധിച്ച് പറഞ്ഞു, അതിനുശേഷം ആ ശുഹ് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. അതായത് ആ ശുഹില്ലാത്ത ഹൃദയം ഏതു രൂപത്തിലായിരിക്കണമെന്നുള്ളതിന് ഏറ്റവും വലിയ റോൾ മോഡലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തിൽ അൻസാറുകളെ പ്ലേസ് ചെയ്യുകയാണ്. കാരണം അവർ സ്വന്തത്തേക്കാൾ മറ്റുള്ള ആളുകളെ പരിഗണിച്ച് എല്ലാം മറ്റുള്ള ആളുകൾക്ക് നൽകാൻ അവർ കാണിച്ച ആ വലിയ മനസ്സ്, അത് സമകാലിക ലോകത്തെല്ലാം ആ ഗ്രീഡിൽ അധിഷ്ഠിതമാണ്. സാമ്പത്തിക വ്യവസ്ഥകളും മറ്റെല്ലാം എനിക്ക് ലഭിക്കണമെന്ന് ചിന്തിക്കുന്ന ആ ലോകത്ത് അൻസാറുകളുടെ ഏറ്റവും വലിയ റോൾ മോഡൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ പ്ലേസ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാറുകൾക്ക് നൽകുന്ന ആ ഒരു പ്രശംസയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വായിക്കുന്ന ഏതൊരാളും ചിന്തിക്കുക, മുഹാജിറുകളുടെ ത്യാഗം പറഞ്ഞു, അൻസാറുകളുടേത് പറഞ്ഞു, അതിനുശേഷമുള്ള ആളുകളുടെ അവരെ സംബന്ധിച്ച് ഒന്നുമില്ല. അതാണ് അടുത്ത ആയത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. 10-ാമത്തെ ആയത്ത്, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന ആളുകൾ, അതായത് ആ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ആ വഴിയിലേക്ക് പിന്നീട് ജോയിൻ ചെയ്യാൻ പോകുന്ന താബികളും, അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മളും ഇനി വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള ആ ഉമ്മത്ത്, അത് മൊത്തത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഗണത്തിൽ വരികയാണ്. അപ്പോൾ ആദ്യത്തെ ആ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ മുഹാജിറുകളുടെ ഏറ്റവും വലിയ ത്യാഗം അവരെല്ലാം ഉപേക്ഷിക്കാൻ അവർ നടത്തിയ ആ ഒരു സന്നദ്ധതയാണ്. അതേ സന്ദർഭത്തിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ത്യാഗം അവർ എല്ലാം നൽകാൻ കാണിച്ച അവരുടെ ആ ഒരു മനസ്സാണ്. അതേസമയം മൂന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി അവരോട് ചേർത്ത് പറഞ്ഞ ആ ഗ്രൂപ്പ്, അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രാർത്ഥന, യഖൂലൂന റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. അവർ പാപമോചനം തേടുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് കാറ്റഗറിയോട് അവരെ ചേർത്ത് നിർത്തുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈലൈറ്റ് ചെയ്യുന്ന ക്വാളിറ്റി, അവർ പാപമോചനം തേടും. അവർക്ക് വേണ്ടി മാത്രമല്ല, വലി ഇഖ്വാനിന, അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും അവർ പാപമോചനം തേടും എന്നുള്ളതാണ്. റസൂലുള്ളാഹി ഹദീസിലും പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അതേ കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഒരു മലക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് വെറും പ്രാർത്ഥനയുടെ വിഷയത്തിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരാൾ തൻ്റെ സഹോദരൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയാണെങ്കിൽ അയാൾ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രതിഫലാർഹമാണ് നിങ്ങളൊരു മുസ്ലിമിൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ആ രൂപത്തിലുള്ള നിരവധി ഹദീസുകളെല്ലാം കാണാൻ സാധിക്കും. അവിടെയും നമ്മൾ അൻസാറുകളായിട്ട് ചേർത്ത് വെച്ച് നോക്കുക. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തുടർച്ചയെന്നോണം വലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലലില്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ആ വിശ്വാസം സ്വീകരിച്ച ആളുകളോട് ഞങ്ങളുടെ മനസ്സിൽ ആ ഗില്ലുണ്ടാക്കരുത് എന്നുള്ളതാണ്. ഗില്ലെന്ന് വെച്ചാൽ വിദ്വേഷം, അല്ലെങ്കിൽ ശിദ്ദത്തുൽ അദാവ, കഠിനമായിട്ടുള്ള ശത്രുത, വൈരം, പക, ആ രൂപത്തിലുള്ള ദുർഗുണങ്ങളൊന്നും വിശ്വാസികളായിട്ടുള്ള ആളുകളോട് ഹൃദയത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ആ രണ്ട് കാറ്റഗറിയോട് മൂന്നാമത്തെ ആ ഒരു ഗ്രൂപ്പ് ചേർന്ന് നിൽക്കാനുള്ള കാരണം, അവർ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ വെറുക്കില്ല, അല്ലെങ്കിൽ അവരോട് വിദ്വേഷവും വൈര്യം വെച്ച് പുലർത്തില്ല എന്നുള്ളത്. അത് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ചിന്തിച്ചോക്കെ, നമ്മൾ സമകാലിക ലോകത്തുള്ള അനുഭവങ്ങളിലൂടെ ഈ ഒരു ആയത്തിനെ നോക്കിക്കാണുന്ന സമയത്ത് വളരെ സമർത്ഥമായിട്ട്, ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം, പിശാച് വളരെ സമർത്ഥമായിട്ട് ഈ രൂപത്തിലുള്ള അധ്യാപനങ്ങളെല്ലാം നൽകുന്ന അതേ മതത്തിൻ്റെ എക്സ്ക്യൂസ് വെച്ചിട്ട് മറ്റൊരു വിശ്വാസിയെ വെറുക്കാനും അല്ലെങ്കിൽ അയാളോട് വിദ്വേഷവും പകയെല്ലാം വെച്ച് പുലർത്താൻ ഇതേ മതത്തിൻ്റെ അധ്യാപനങ്ങൾ ഒരു എക്സ്ക്യൂസായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം ഓർക്കുന്നത്, അടുത്ത കാലത്ത് വിശ്വാസിയായിട്ടുള്ള ഒരാൾ മരണപ്പെട്ട സമയത്ത്
മറ്റൊരു സഹോദരൻ ആ ജനാസയിൽ പങ്കെടുക്കുന്നില്ല. അതിൻ്റെ കാരണം അയാൾ ഞാൻ ഉൾക്കൊള്ളുന്ന ആ സർക്കിളിലല്ല എന്നുള്ളതാണ് ന്യായമായിട്ട് പറയുന്നത്. ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ ആ നീചനായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് മരണപ്പെട്ട സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടി പാപമോചനം, റസൂലുള്ളാഹി മയ്യത്ത് നമസ്കരിക്കാൻ വരുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പിന്നീട് അതിനെ വിലക്കിയെങ്കിലും അതിനുശേഷം റസൂലുള്ളാഹി സ്വന്തം ആ ഡ്രസ്സ് ഊരിയിട്ടെല്ലാം അയാൾക്ക് നൽകുന്നതായിട്ടെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ മുനാഫിക്കുകളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈഡ് ചെയ്ത ആളുകളാണ്. അവരോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വീകരിച്ച സമീപനം പോലും വിശ്വാസിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന വിശ്വാസികളോട് നമുക്ക് വെച്ച് പുലർത്താൻ കഴിയുന്നില്ല. അത്രയേറെ ഹൃദയങ്ങൾ അകന്നു പോയിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന ആ കാലത്തുടനീളം ഒരുമിച്ചിരിക്കാൻ പോലും കഴിയാതെ, അടുത്തൊരു സുഹൃത്ത് പറഞ്ഞതുപോലെ കാര്യമായിട്ട് ഇവരെല്ലാം ഒരുമിക്കുന്നത് ആ ഖബർസ്ഥാനിൽ മാത്രമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ഒരുമിച്ചിരിക്കാൻ കഴിയാത്തത്ര മനസ്സുകൾ അകന്നുപോയ, പരസ്പരം വിദ്വേഷവും പകയും വെച്ച് പുലർത്തുന്ന ആ ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് വിശ്വാസികൾ മാറിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് പറയുന്നത് അവർ വിശ്വാസികളോട് അവർ ശത്രുതയും വിദ്വേഷവും അവർ വെച്ച് പുലർത്തില്ല എന്നുള്ള, അതാണ് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ പറഞ്ഞു 11 മുതൽ 17 വരെയുള്ള ആയത്തുകൾ. ആ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബനൂ നദീർ വിഷയത്തിൽ ആ രണ്ട് വിഭാഗങ്ങൾ, ജൂതന്മാരും മുനാഫിക്കുകളും, അവർ നടത്തിയ ഇൻട്രാക്ഷൻ ഉപമ സഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. അതിൽ 11-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അലം തറ ഇലല്ലദീന നാഫഖു. അതിനുശേഷം നിങ്ങൾ ആ ഒരു ചരിത്രം മനസ്സിൽ വെച്ച് ആ ഒരു ഭാഗം പാരായണം ചെയ്യുക. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് പുറത്താക്കിയ സമയത്ത് ആ സഹായ വാഗ്ദാനമായിട്ട് വന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഉഖ്രിജ്തും ലനഖ്റുജന്ന മഅക്കും വലാ നുതീഉ ഫീകും അഹദൻ അബദ. നിങ്ങളവിടെ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ മറ്റൊരാളെയും കേൾക്കില്ല. അതേപോലെ തന്നെ ഇൻ ഖൂതിൽതും ലനൻസുറന്നക്കും, നിങ്ങളായിട്ട് അവർ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നെല്ലാം അയാൾ നൽകിയ വാഗ്ദാനം അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കോട്ടിയാണ്. മനോഹരമായിട്ടുള്ള കാര്യം, വളരെ രഹസ്യമായിട്ട് നടത്തിയ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ അവിടെ എക്സ്പോസ് ചെയ്യുകയാണ്. എന്നിട്ട് ആയത്തിൻ്റെ അവസാനം വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അവർ കള്ളം പറയുന്നവരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സാക്ഷ്യം നൽകുകയാണ്. അതെങ്ങനെയെന്ന് അടുത്ത ആയത്തിൽ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും, നിങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ നിങ്ങളെ പുറത്താക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ കൂടെ ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ കണ്ടു, ആ ചരിത്രത്തിൽ നമ്മൾ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സൈന്യമായിട്ട് വന്ന സമയത്ത് ആ പരിസരത്ത് അവരെ സഹായിക്കാൻ വേണ്ടി ഒരു മുനാഫിക്കിൻ്റെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇനി നിങ്ങൾ നേരത്തെ അവർ പറഞ്ഞിരുന്നു നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ യുദ്ധത്തിന് വന്നാലും അവർ പിന്തിരിഞ്ഞോടും. ആ രൂപത്തിൽ തന്നെ ആയിരുന്നു. ഒരല്പം മുമ്പ് കഴിഞ്ഞ ഉഹുദിൽ ഇതേ രൂപത്തിൽ അവർ വന്ന് വഴിയിൽ വെച്ച് പിന്തിരിഞ്ഞു പോയ ആളുകളാണ്. അതാണ് അവരുടെ ചരിത്രം. അപ്പോൾ അവർ ഈ രൂപത്തിൽ വാഗ്ദാനമെല്ലാം നൽകും, അതൊന്നും അവർ പാലിക്കില്ല. ആ രൂപത്തിലുള്ള കള്ളം പറയുന്ന ആളുകളാണെന്ന് മുനാഫിക്കുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. അതാണ് 12-ാമത്തെ ആയത്ത്. അപ്പോൾ അടുത്ത ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ഭീരുത്വം തുറന്ന് കാണിക്കുന്നുണ്ട്. അവർ അള്ളാഹുവിനേക്കാൾ അവർ നിങ്ങളെ ആയിരിക്കും ഭയപ്പെടുക. അതേപോലെ തന്നെ അവർ യുദ്ധം ചെയ്യുന്ന സമയത്ത് ലാ യുഖാതിലൂനക്കും ജമീഅൻ ഇല്ലാ ഫീ ഖുറൻ മുഹസ്വനത്തിൻ ഔ മിൻ വറാഇ ജുദർ, അവർ കോട്ട കെട്ടിയ പട്ടണങ്ങളിൽ വെച്ച് അതല്ലെങ്കിൽ മതിലുകളുടെ പിറകിൽ നിന്ന് ആ രൂപത്തിലായിരിക്കും. ആ ഒരു ഭീരുക്കളാണ്, നേർക്ക് നേരെ അവർ മുന്നോട്ട് വരില്ല. അതേപോലെ തന്നെ വലിയൊരു യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും പറയുന്നുണ്ട്. തഹ്സബുഹും ജമീഅൻ വ ഖുലൂബുഹും ശത്ത, നിങ്ങൾ കരുതും അവർ ഒരുമിച്ചാണെന്ന്, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഭിന്നിപ്പാണ് എന്നുള്ളതാണ്. അത് ജൂതന്മാരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു. അതായത് അവർക്കിടയിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് അവരുടെ കാര്യത്തിലെന്നല്ല, എക്കാലഘട്ടത്തും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അവർ ഒരുമിച്ചിരിക്കുന്നുണ്ടാവും, പക്ഷേ അവർക്കിടയിൽ ശക്തമായിട്ടുള്ള ഇൻറ്റേർണൽ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടാവും. അപ്പം അത് യഥാർത്ഥത്തിൽ ഹൃദയങ്ങളെ സ്കാൻ ചെയ്യാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ രൂപത്തിൽ സംസാരിക്കാൻ സാധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു യാഥാർത്ഥ്യം അവിടെ പറയുകയാണ്. ആ 2 ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ആക്ഷേപിക്കുന്നുണ്ട്. ദാലിക ബി അന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, അവർ ചിന്തിക്കാത്ത ജനതയാണ്, അതല്ലെങ്കിൽ അവർ കാര്യം ഗ്രഹിക്കുന്നില്ലെന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആക്ഷേപിക്കുന്നുണ്ട്. അടുത്ത 15-ാമത്തെ ആയത്തിൽ കമസലില്ലദീന മിൻ ഖബ്ലിഹിം ഖരീബൻ ദാഖൂ വബാല അംരിഹിം, അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ അവരുടെ അതേ സ്ഥിതി പോലെ തന്നെയാണ്. അവർ ചെയ്തതിൻ്റെ ദുഷ്ഫലം അവരനുഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ റെഫർ ചെയ്യുന്നത് ചരിത്രം ഓർക്കുന്നുണ്ടാകും, ബനൂ നദീറിനുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവതരിപ്പിച്ചത്. അതായത് മുൻകഴിഞ്ഞത് എന്നുള്ളത് വളരെ കൃത്യം അത് ബനൂ ഖൈനുഖാനെ സംബന്ധിച്ചാണ്. അവർ ഇതേ രൂപത്തിൽ അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം അവരനുഭവിക്കേണ്ടി വന്നു.
അപ്പോൾ ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നതും പരിശുദ്ധ ഖുർആൻ പറയുന്നതെല്ലാം നിങ്ങൾ മാറ്റിവെച്ചാലും യഥാർത്ഥത്തിൽ മുൻഗാമികളുടെ അനുഭവം, ആ ഒരു ചരിത്രത്തിൽ നിന്നും നിങ്ങൾ പാഠം ഉൾക്കൊള്ളേണ്ടിയിരുന്നു. അതുപോലെ നിങ്ങൾ പഠിച്ചില്ല, അതേ അനുഭവം അതേ തെറ്റ് നിങ്ങൾ ആവർത്തിച്ചു, അതിൻ്റെ ഫലമായിട്ട് നിങ്ങളിത് അനുഭവിക്കേണ്ടി വരാം. അത് ഇനി വരാനുള്ള അവിടെയുള്ള ഇനി അവശേഷിക്കുന്ന ആ ബനൂ ഖുറൈദക്കുള്ളൊരു വാണിംഗ് കൂടെയാണ്. അത് അവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല, എക്കാലഘട്ടത്തും ആ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ആ തെറ്റ് തിരുത്തി ആ രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പ്രസിദ്ധമായിട്ടുള്ളൊരു കോട്ടിൽ പറയുന്നത് പോലെ ചരിത്രത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം ചരിത്രത്തിൽ നിന്നും ഒരാളും പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് കാര്യങ്ങൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബനൂ ഖൈനുഖ ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യുകയാണ്. ശേഷം 16-ാമത്തെ ആയത്തിൽ ഇപ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഇനി മുനാഫിക്കുകളിലേക്ക് തന്നെ വരികയാണ്. കമഥലി ഷൈത്വാനി ഇദ് ഖാല ലിൽ ഇൻസാനി ഇക്ഫുർ. പിശാചിൻ്റെ അവസ്ഥ പോലെ തന്നെ. കാരണം പിശാച് ഒരാളെ നയിച്ച് ആ അവിശ്വാസത്തിലേക്ക്, അവിശ്വാസപരമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് പിശാച് നയിക്കും. അപ്പോൾ നിരന്തരം പ്രലോഭനങ്ങളും മറ്റും നൽകി അവസാനം ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ തെറ്റ് അല്ലെങ്കിൽ അവിശ്വാസപരമായിട്ടുള്ള പ്രവർത്തനം ചെയ്യിപ്പിക്കുന്നത് വരെ പിശാച് കൂടെ ഉണ്ടാകും. ഫലമ്മ കഫറ ഖാല ഇന്നി ബരീഉ മിൻക. ആ ചെയ്തതോടുകൂടെ പിന്നീട് പിശാച് പിന്തിരിയാണ്. അത് ഏതൊരു കാര്യത്തിൽ ആ രൂപത്തിലാണ് പിശാചിൻ്റെ പ്രലോഭനങ്ങൾ ഉണ്ടാവുക. ആ തെറ്റ് ചെയ്യുന്നത് വരെ മോട്ടിവേഷൻ ആയിരിക്കും. ആ തെറ്റ് നിങ്ങൾ ചെയ്യുന്നതോടുകൂടെ പിന്നീട് പിശാച് പിന്തിരിയും. അത് മൊത്തത്തിൽ സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുതുബത്തു ഷൈത്വാൻ, പിശാച് ആ നരകത്തിൻ്റെ മുന്നിൽ വെച്ച് അനുയായികളെ മുഴുവൻ കൈയൊഴിയുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇവിടെ മനോഹരമായിട്ടുള്ളൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിശാചിൻ്റെ ഉപമയിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിനെയാണ് പിശാചിനോട് ഉപമിക്കുന്നത്. അയാളും ഈ രൂപത്തിൽ ആ ജൂതന്മാർക്ക് വാഗ്ദാനം നൽകി ആ കാര്യത്തോട് അടുത്ത സമയത്ത് അയാൾ പിന്തിരിയാണ്. അപ്പോൾ പിശാചായിട്ട് ഉപമിക്കുന്ന സമയത്ത് അവിടെയും നമുക്ക് ചേർത്ത് വെക്കാവുന്നത്, നിങ്ങൾ ബദറിൻ്റെ ചരിത്രം ഓർക്കുന്നുണ്ടാവും. ആ ബദറിലും സമാനമായിട്ട് പിശാച് ഇതേ രൂപത്തിൽ മറ്റൊരാളുടെ വേഷത്തിൽ വന്ന് ആ ഖുറൈശികളെ നയിച്ച് അവസാനം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ യുദ്ധക്കളത്തിൽ കണ്ടതോടുകൂടെ പിശാച് പിന്തിരിഞ്ഞ് ഓടുന്നുണ്ട്. സമാനമായിട്ടുള്ള പ്രവർത്തനമാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ആയത്തിൽ മനോഹരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിശാചിലൂടെ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിൻ്റെ പ്രവർത്തനത്തെ മനോഹരമായിട്ട് ഇവിടെ ഉപമിക്കുകയാണ്. ശേഷം 17-ാമത്തെ ഈ സെക്ഷനിലെ അവസാനത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പോർഷൻ അവസാനിപ്പിക്കുന്നത് ആ രണ്ട് കൂട്ടരുടെയും പര്യവസാനത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ആയത്ത് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഫക്കാന ആഖിബതഹുമ അന്നഹുമ ഫിന്നാരി ഖാലിദൈനി ഫീഹ. ഈ രണ്ട് കൂട്ടരുടെയും പര്യവസാനം ആ നരകത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആയത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാം ദ്വിവചനങ്ങളാണ്, ഡുവൽ ഫോമിലാണ്. ആഖിബതഹുമ അന്നഹുമ ഖാലിദൈനി ഫീഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗത്തെയാണ് അവിടെ എല്ലാം റെഫർ ചെയ്യുന്നത്. അതാണ് ആ 3-ാമത്തെ സെക്ഷൻ ആ രൂപത്തിലാണ്. ഇനി ആ സൂറത്തിൻ്റെ അവസാനത്തെ ആ 4-ാമത്തെ സെക്ഷൻ 18 മുതൽ 24 വരെയുള്ള ആയത്തുകൾ അത് നിങ്ങൾ പരിശോധിക്കുക. ഓരോ ആയത്തും വളരെ വിശദമായിട്ട് പ്രതിപാദിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം വിചാരണ, മുഹാസബത്തു നഫ്സ്, അതിൻ്റെ പ്രാധാന്യം, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കിയത്, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയുന്ന ആ പ്രസിദ്ധമായിട്ടുള്ള ആയത്ത്, ആ ഖുർആൻ ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ, ഒരു പർവ്വതത്തിന് മുകളിൽ ആ ഖുർആൻ അവതരിപ്പിച്ചിരുന്നെങ്കിൽ അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഭയം കാരണം ആ പർവ്വതം പൊടിഞ്ഞു പോകുന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ആയത്തെല്ലാം ആ ഭാഗത്താണ് വരുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഗുണഗണങ്ങളെ വിശേഷിപ്പിക്കുന്ന അസ്മാഉൽ ഹുസ്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ആ ശ്രേഷ്ഠമായിട്ടുള്ള ആ നാമങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് സൂറത്തുൽ ഹശറിൻ്റെ അവസാന ഭാഗത്താണ്. അതും കഴിഞ്ഞ് അവസാനം 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് കൊണ്ട് തന്നെ മനോഹരമാണ്. സൂറത്ത് ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞു തസ്ബീഹ് കൊണ്ടാണ്, സൂറത്തിൻ്റെ അവസാനവും യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആ തസ്ബീഹ് കൊണ്ട് തന്നെ ആ സൂറത്ത് അവസാനിക്കുകയും ചെയ്യുകയാണ്. അതാണ് സൂറത്തുൽ ഹശർ. കഴിയുന്ന ശ്രോതാക്കളായിട്ടുള്ള ആളുകളോടുള്ള ഒരു അപേക്ഷ, ആ സൂറത്ത് ഈ ഒരു ചരിത്രം കേട്ടതിന് ശേഷം ഓരോ ആളുകളും ആ സൂറത്ത് അതിൻ്റെ തഫ്സീർ സഹിതം അതൊന്ന് വായിക്കാൻ അല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോൾ ബനൂ നദീറുകാർക്കെതിരെ റസൂലുള്ളാഹി നടപടി സ്വീകരിച്ചു. ഇനി തുടർന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഉഹുദിൻ്റെ അവസാനം അബൂ സുഫിയാൻ, ഖുറൈശികളുടെ നേതാവായ അബൂ സുഫിയാൻ നടത്തിയ ഒരു സംഭാഷണം. ആ സംഭാഷണത്തിൽ അബൂ സുഫിയാൻ അവിടെ ഒരു വെല്ലുവിളി മുഴക്കിയിരുന്നു. അടുത്ത വർഷം ബദറിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാമെന്നുള്ള ഒരു വെല്ലുവിളി മുഴക്കിയിട്ടാണ് അബൂ സുഫിയാൻ ആ യുദ്ധക്കളം വിട്ടുപോയത്. അപ്പോൾ ഉഹുദ് കഴിഞ്ഞ് കൃത്യം ഒരു വർഷമാകുന്ന സമയത്ത് ആ ബദറിൽ വെച്ച് പിന്നീട് എന്താണ് സംഭവിച്ചത്, ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ചയായിരിക്കും അടുത്ത ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ റസൂലുള്ളാഹിൻ്റെ ആ ജീവിതം അത് കൃത്യമായിട്ട് പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്തി നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.